Welcome to North Dakota. എണ്ണത ഭൂമിയുടെ അടിയിൽ ഇങ്ങനെ എടുത്തോണ്ടിരിക്കടാ. അമേരിക്ക വെറുതെയാണോ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ എന്നൊക്കെ പറയണത്. ഇതുണ്ടാ മറ്റുള്ള സ്ഥലങ്ങളിൽ പോണ പോലെയല്ല, നല്ല വിഷമുള്ള പാമ്പുകളുള്ള സ്ഥലമാണ് അവിടെ. ഈ വഴിക്കൊക്കെ ഒരുപാട് പേര് നിധികൾ തേടി പോയിന്ന് പറഞ്ഞു കേൾക്കൂട്ടാ. ചെമ്മീനുണ്ട്, അടിപൊളി. ബീൻസ് ചെമ്മീൻ ആദ്യത്തെ കോമ്പിനേഷൻ ആണല്ലോ, നമ്മൾ ഇത് വെച്ചിട്ടാ. നമ്മള് പച്ചക്കറിയില് എറണാകുളംകാരി തരും ചെമ്മീനുണ്ടല്ലേ? വെന്തിയ ചെമ്മീനാ ഞങ്ങൾക്ക് ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ ഇതൊരു ഫേമസ് ഡിഷാണ്. ഓ അടിപൊളി. അപ്പൊ നമ്മള് ചോറും മുരിങ്ങേരലയും ബീൻസ് ഉപ്പേരിയും ചെമ്മീൻ ചൂടാക്കുന്നുണ്ട്. ഇതൊക്കെ കഴിച്ച് നമുക്ക് നാളെ രാവിലെ കാണാം അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങളങ്ങനെ രാവിലെ എണീറ്റ് ഫ്രഷ് ആയി. ഞങ്ങളിപ്പോ കഴിക്കുന്നത് നമ്മുടെ ബോൾഗാട്ടി വൈപ്പിംഗുകാരുടെ സ്പെഷ്യല്, പ്രത്യേകിച്ച് എറണാകുളംകാരുടെ സ്പെഷ്യല് ഭയങ്കര ടേസ്റ്റ്. അടിപൊളി ഇറച്ചിയും വെള്ളം. ഞാൻ ആദ്യമായിട്ട് ഈ പരിപാടി കേൾക്കണം. ഞാൻ വിചാരിച്ചേ നമ്മുടെ നാട്ടില് കാച്ചാണ്ട് ഇറച്ചി വെക്കില്ലേ, വെള്ളച്ചാറ് വെച്ചിട്ട് പ്രാവശ്യം കുക്കറിൽ വെച്ചിട്ട്. പക്ഷെ ഇവര് ഇതിന്റെ ഒരു ഡിഷായിട്ടാണ് ഇതിന്. പിന്നെ ഇത് പുട്ടിലേക്ക് കിട്ടുമ്പോ ഉണ്ടല്ലോ വേറെ ലെവലില് സാധനം കേട്ടോ. എന്തായാലും ഇന്നലെ നല്ല ഭക്ഷണമായിരുന്നു. ഇന്ന് രാവിലെ ഞങ്ങള് ഫ്രഷായി നമ്മുടെ യാത്ര തുടങ്ങാനായിട്ട് ഇനി നിമിഷങ്ങൾ മാത്രം. നന്നായിട്ട് ഉറങ്ങി, നന്നായിട്ട് ഉറങ്ങി. എന്നാ പവറല്ല നീ ഈ പവർ ഈ ഓക്കെ ബോൾഗാട്ടി ചെക്കൻ മിണ്ടില്ല, ചെക്കൻ പവറാണ് കേട്ടാ. അങ്ങനെ ഞങ്ങള് അലക്കാളതും അലക്കാനില്ലാത്തതൊക്കെ കൂടിയിട്ട് അലക്കി ഞങ്ങൾ പോവാണ്. എല്ലാം അലക്കിയിട്ടുണ്ട്. ക്ലീറ്റസ് പോലെ നമുക്ക് ക്ലീറ്റസിന്റെ ഫുൾ നെയിം ഒന്നുകൂടി നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് പറയണം. കിങ്സ്ലി ചാത്തി പേരല്ലേ? ബോൾഗാട്ടി കിങ്സ്ലിൻ അല്ല, കിങ്സ്ലി ബോൾഗാട്ടി. എല്ലാം കയറ്റി കഴിഞ്ഞ അല്ലേ? ഞാൻ റാഫോറിൽ വന്നാലോ? ഈ വണ്ടി ഓടിക്കാൻ ആഗ്രഹം. റാഫോർ ശരിക്കും ടൊയോട്ടയുടെ ഏറ്റവും കൂടുതൽ സെല്ലുള്ള വണ്ടിയല്ലേ? ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള വണ്ടിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ലോകത്തില് സെല്ലായിട്ടുള്ള റാഫോർ എന്ന വീഡിയോ കേട്ടിട്ടുണ്ട്. അത് എനിക്ക് കറക്റ്റ് കമന്റ് ചെയ്യിപ്പിക്കേണ്ടി വരും. എന്തായാലും റാഫോറിൽ നമ്മുടെ അടുത്ത യാത്ര. പെണ്ണപ്പന്റെ പോലെ തിരിയല്ലേ? പെണ്ണൊരു ഹായ് പറയും. ഇത് ഹൈബ്രിഡ് ആണോ? ടൊയോട്ടയുടെ റാഫോർഡാ. അപ്പൊ അമേരിക്കൻ ഫ്ലാഗിൽ ഒരു മൊണ്ടാനോ നമ്പർ പ്ലേറ്റ്. ഞങ്ങളുടെ വരില്ലേ? നീ വരില്ലേ? ഞങ്ങളിപ്പോഴേ ഒരു വിങ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വന്നിരിക്കുന്നത് നമ്മുടെ ക്ലീറ്റസ് സൈഡിന്റെ കൂടെ. ഇവിടെ ഉണ്ടല്ലോ വാൾമാർട്ടിനേക്കാൾ വില കുറവ്. എല്ലാ ഐറ്റത്തിനും ഡിഫറൻസ്. $1 മുകളിൽ എല്ലാത്തിനും ഡിഫറൻസ്. ഭയങ്കര റേറ്റ് കുറവ്. നമ്മൾ വാൾമാർട്ടായിട്ട് ഇവരൊക്കെ ഇപ്പൊ ചിക്കൻ വിങ് നമ്മൾ നോക്കാണ്. ചിക്കൻ വിങ് കണ്ട വാൾമാർട്ടത്തെ റേറ്റ് 328 ആണെങ്കിൽ ഇവിടുത്തെ റേറ്റ് 2.78. ആദ്യം ഇങ്ങനെ വില കുറവ് കാണണ്ട. എല്ലാ സാധനങ്ങളും ഇപ്പൊ കുപ്പി ഞങ്ങളിത് മെറലോട്ടിന്റെ വൈൻ വാങ്ങി. ഇത് നമ്മൾ ഇന്നലെ $13 പെട്രോൾ സ്റ്റേഷൻ വാങ്ങി. അതെ, ഇവിടെ 6.78 പകുതി വില. പിന്നെ മൊണ്ടാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഫ്രീ ആണ്, ഇവിടെ ടാക്സ് ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സാധനങ്ങൾക്കും ഭയങ്കര വില കുറവാണ്. ഒപ്പം തന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ പോലെ തന്നെ ഓരോന്നോരോ നമുക്ക് തൂക്കിയെടുക്കാം അല്ലേ? ഉപ്പ് ഇങ്ങനെ എല്ലാം നമുക്ക് ഇങ്ങനെ തൂക്കിയെടുക്കാം. പരിപ്പ് ചോളൊക്കെ നമുക്ക് ഇതേപോലെ ധാന്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ ഇതിങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോനാണ് വേണ്ടത് അത്രയ്ക്കും പറക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ്. മൊണ്ടാന ഗോതമ്പിന് ഭയങ്കര പേര് കേട്ടാണ്. 25 കിലോ ഗോതമ്പിന് $20. ഭയങ്കര ചീപ്പാണ് കേട്ടോ. 25 കിലോന് $20 കേട്ടോ. അല്ലാതെ നമുക്ക് മേടിക്കാം. അരികളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അരിയൊക്കെ റെഡി മണിയിട്ട് വെച്ചിരിക്കട്ടോ. അതിൽ ഏത് ക്വാളിറ്റിയുള്ള അരി വേണമെങ്കിൽ ഉണ്ട് കേട്ടോ. പിന്നെ മിഠായികൾ സെക്ഷൻ പിന്നെ പറയണ്ട അല്ലേ? മുളക് പൊടി മല്ലിപ്പൊടി ഏതാ വേണ്ടപ്പോൾ നമുക്ക് മുളക് പൊടി മല്ലിപ്പൊടി എത്ര അളവിന് വേണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകട്ടോ. ഇത്രയ്ക്കും വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ നമ്മുടെ നാട്ടിലത്തെ പലചരക്ക് കടയിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ഇത്രയ്ക്കും വലിയൊരു സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനത്തെ ഒരു സംഭവം വെച്ചത് ആദ്യമായിട്ട് കാണാം. ഇവരുടെ പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു അമേരിക്കയിൽ ഒരു സ്ഥലത്തും ബീറ്റ് ചെയ്യാൻ പറ്റില്ല. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ ഇതുള്ളൂ. അതെ അല്ലേ? ഈ ചെയിൻ കുറച്ച് സ്ഥലങ്ങളിലേ ഉള്ളൂ. പോണ്ട പെപ്പർ പൊടിയൊക്കെ ഉണ്ട്, എല്ലാ സാധനങ്ങളും ഇരിക്കുന്നുണ്ടോ. ഗാർലിക് സോൾട്ട് ഇത് നോക്കിയാൽ പാത്രം $29. ബിരിയാണി ചെമ്പ് മിനിമം ഒരു 100 പേർക്ക് ബിരിയാണി വെക്കാൻ തോന്നുന്നുണ്ടോ? ഇതൊക്കെ മേടിച്ച് കൊണ്ടുപോകണം. ശരിക്കും ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വരേണ്ടി വരുമല്ലോ അല്ലേ? $29 നമുക്ക് കൊണ്ടുപോകാൻ സ്ഥലമില്ലല്ലേ? നമ്മൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചോണ്ടേ. $1 കിലോന് $2.5 കേട്ടോ. നമുക്ക് $1 കിലോന് ഇവിടെ നമ്മുടെ സിയാറ്റിലൊക്കെ $5 കിലോ, $1 കിലോ $4.5 വാൻകൂവറിൽ റേറ്റ് കൂടുതലാണ്. ഭയങ്കര റേറ്റ് കൂടുതലാണ്. നിങ്ങൾ അമേരിക്കയിലുള്ള ആൾക്കാർക്കൊക്കെ അറിയാമെന്നല്ലേ? നമ്മളിത് കണ്ടപ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടാ. പ്രത്യേകിച്ച് ഞങ്ങൾ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ അറിയോ? ചെക്കൻ ഒന്നും കാണിച്ചു കൊടുത്ത
വൈനാണ് ശരിക്കും നമ്മള് ഒരു ഷോക്ക് ചെയ്യിപ്പിച്ച സംഭവം. നമ്മുടെ തണുപ്പ് മാറ്റുന്ന മെറിലോട്ട് വൈന് പകുതി വിലക്ക് കൊടുക്കണം. $6.50 നമുക്ക് നമ്മൾ 1.5 ലിറ്റർ ഈ വരുന്ന വഴിയിൽ എല്ലായിടത്തും നമ്മള് വല്ലപ്പോഴൊക്കെ ഒരെണ്ണം വാങ്ങിക്കണം. അപ്പൊ വാങ്ങിക്കുന്ന സമയത്ത് നോക്കിയിട്ട് വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വാങ്ങാറുണ്ട്. എന്തായാലും അത് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിലൊരു യാഥാർത്ഥ്യം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞു. പിന്നെ ഞങ്ങൾ എന്ത് നോക്കിയാലും വില കുറവ്. ടാക്സ് ഇല്ല. വാങ്ങിക്കണ ഇവിടെ പ്രൈസ് ചെയ്തേക്കണ എത്രയാണോ ആ സെയിം പ്രൈസ് കൊടുത്താൽ മതി. അതെ, എല്ലാത്തിനും വില കുറവ്. ക്രിസ്മസ് ആണൊക്കെ ഇറക്കി കഴിഞ്ഞു, അത് വേറെ കാര്യം. ഞാൻ കളിച്ചിട്ട് പെണ്ണുണ്ടാക്കിയ ടൂള് ഉണ്ടാവും. കളിക്കാനില്ലാത്ത ബോള് കവർ കെട്ടി കളിക്കുക. ഇവിടെ ഒരു സോസേജ് അല്ലേ, കോസ്കോന്റെ വേറൊരു രൂപ അല്ലേ. ഫ്രൈഡ് ചിക്കൻ വിങ്സ് എല്ലാ സാധനം ഉണ്ട് കേട്ടോ. ഇത് വേണ്ട ചിക്കൻ കോക്കനട്ട് കറി കേട്ടോ. അതിനിടയ്ക്ക് $10 7-8 രൂപ. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ അല്ലേ. $8 നമ്മളിത് ഉണ്ടാക്കി കഴിയുന്ന ചിലവുണ്ട്. എല്ലാ കറി സംഭവങ്ങളൊക്കെ ചിക്കൻ മസാല എല്ലാ ഐറ്റംസ് വന്നിറക്കുന്നുണ്ട്. ഇവിടെ മലയാളി, ഇവിടെ ഇന്ത്യക്കാരുണ്ടോ നന്നായിട്ട് ഉണ്ടല്ലേ. എന്ത് ജോലിയുള്ള ഇപ്പോൾ ആൾക്കാരുള്ള ഹെൽത്ത് കെയറാണല്ലേ. ഓക്കെ, അങ്ങനെ വിങ്കോ ഫുഡിൽ നിന്ന് ഞങ്ങൾ അങ്ങനെ യാത്ര തിരിക്കണ്. അപ്പോൾ വോൾഗാട്ടി കിങ്സ്ലിൻ ക്ലീറ്റസിന് പ്രത്യേകം താങ്ക് യു പറഞ്ഞുകൊണ്ട് ടീം ട്രാവലിസ്റ്റ് ഇവിടെ പറയണം മൊണ്ടാനേന്ന്. അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് താങ്ക് യു മോളെ, താങ്ക് യു. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മലയാളത്തിലെ കുറച്ച് ചോദിക്കുന്നു പറയണത് ആണാ മറ്റേ എറണാകുളം ഭാഷ ഉണ്ട് അവൾക്ക്. അപ്പോൾ ഓക്കെ, അപ്പോൾ താങ്ക് യു, വളരെ സന്തോഷം. ചേച്ചിയോട് പറയണം. വിളിച്ചതിന് നന്ദി. ഓ പുള്ളൊരു മെമ്പർ തന്നെയാട്ടാ. അടിപൊളി, ഭയങ്കര പാവം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ. താങ്ക് യു ട്ടാ. ഇങ്ങനെ പാവം മനുഷ്യന്മാരെ നമ്മള് കണ്ടിട്ടില്ല, വളരെ കുറവാ. പുള്ളിയുടെ പ്രൊഫഷൻ ആള് ക്യാമറ ഷൈയാണ്. പുള്ളിയുടെ പ്രൊഫഷൻ റേഡിയോഗ്രാഫറാണ്. ചേച്ചി നേഴ്സാണ്. അപ്പൊ രണ്ടുപേരും എന്താ പറയാ ഹോസ്പിറ്റൽ മൂഡില് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പുള്ളിക്കാർ ഇവരൊക്കെ കരീബിയൻ ഐലൻഡിലായിരുന്നു. അവിടെ നിന്ന് അവർ ഇപ്പൊ അമേരിക്കയിലേക്ക് വന്നിട്ട് ആകെ 6-7 മാസമായിട്ടുള്ളൂ. അപ്പൊ ഒരുപാട് നേരം ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുപാട് നേരം സംസാരിച്ചിരുന്നു. പിന്നെ എല്ലാ വീട്ടിലും ഇപ്പോഴും ഹലോ ഗൈസ് എന്ന് പറഞ്ഞ വീഡിയോ ഓണാക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ നമ്മളങ്ങനെ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്തു. നല്ലൊരു അനുഭവമായിരുന്നു. നല്ല മനുഷ്യന്മാർ, നല്ലൊരു പോസിറ്റീവ് എനർജി അല്ലേ. ഞങ്ങള് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. നല്ല ഫുഡ്, നല്ല നാടൻ ഫുഡ്. അതാണെങ്കിൽ നല്ലൊരു കുക്ക്. നമ്മുടെ മൂഡ് രാവിലത്തെ കറി. ഇന്നലെ കിടന്നത് ലേറ്റ് ആയിട്ട് വന്നിട്ട് രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തന്നു. അല്ല, രാവിലത്തെ മറ്റേ ബീഫ് ഞാൻ കണ്ടപ്പോ മറ്റേ കുക്കറിലടിച്ച കേട്ടോ. ഞാൻ ആദ്യമായിട്ട് അങ്ങനത്തെ ഒരു ബീഫും പുട്ടും കൂടി കഴിക്കണം കേട്ടോ. എന്തായാലും കുറച്ച് ദിവസം 6-7 ദിവസത്തിന് ശേഷം ഒരു മലയാളി ഫുഡ് കഴിച്ചത് നല്ല കൊച്ചി സ്റ്റൈലുള്ള ഫുഡ് കഴിക്കാൻ പറ്റി. അതൊരു ഭാഗ്യം കേട്ടോ. എന്തായാലും നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. നമ്മളിപ്പോ മൊണ്ടാനയിലത്തെ ബില്ലിങ്സ് പട്ടണത്തിൽ നമ്മൾ യാത്ര തുടങ്ങുന്നത്. നമ്മളിനി നോർത്ത് ഡക്കോട്ടയിലേക്കാണ്. അമേരിക്കയുടെ മുകളിലത്തെ സ്റ്റേറ്റ് കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുകളിലത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള മൊണ്ടാനയിൽ മൊണ്ടാന സെൻട്രലിൽ നമ്മൾ നിൽക്കുന്നത് ബില്ലിങ്സിൽ. ആ ബില്ലിങ്സ് നമ്മൾ നേരെ ഇനി നോർത്ത് ഡക്കോട്ട ഒന്ന് പോയിട്ട് വേണം നമുക്ക് സൗത്ത് ഡക്കോട്ട അടിക്കാൻ. അല്ലെങ്കിൽ പിടിക്കല്ലേ നമുക്ക്. പിന്നെ നമ്മൾ തുടങ്ങണ് ജെബിയിലെ ഒരു പാട്ടൊക്കെ കൊടുത്തു തരാം അല്ലേ. അങ്ങനെ നമ്മള് ബില്ലിങ്സിൽ നിന്ന് പതുക്കെ പുറത്തേക്ക് ഇറങ്ങാട്ടോ. ഈ സാധനം കഴിക്കുമ്പോ തൊണ്ടയ്ക്ക് നല്ല പിടുത്തുണ്ടോ. I-90 എന്നുള്ള ആ റൂട്ട് എടുക്കാൻ പോട്ടെ, ഹൈവേ എടുക്കാൻ പോണ. അമേരിക്കയുടെ നെഞ്ചത്തിൽ കൂടെ ക്രോസ് ചെയ്യണ ഏക ഒരു ഹെവി ഹൈവേ ആണ് 90 ടാ. ഇനി വേറെ ഇല്ലാന്ന് തോന്നുന്നു, കമന്റ് ചെയ്യാൻ പറയാം. തള്ളി നോക്കിയതാ. ഞാൻ നോക്കുമ്പോ വലിയ ഹൈവേ തന്നെയാ, വേറൊന്നുമില്ല. അല്ലെങ്കിൽ ആൾക്കാർ കമന്റ് ചെയ്യട്ടെ. നിർത്താൻ ഉദ്ദേശിച്ചില്ല. സ്പോർട്സ് കാർ മൂടണ മൊത്തത്തിലല്ലേ. അങ്ങനെ നമ്മള് ബില്ലിംഗ് സിറ്റി ക്രോസ് ചെയ്തു. ബില്ലിംഗ് സിറ്റി ക്രോസ് ചെയ്യുമ്പോൾ ഫുൾ വിജനതയിലുള്ള സ്ഥലങ്ങളാണ്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇവിടെ ഷൂട്ട് ചെയ്യാൻ തന്നെ ഇല്ല. ഇവിടെ മൈനുകളും സംഭവങ്ങളും. അമേരിക്കയിലെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള ഗോൾഡ് ഒക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ മൊണ്ടാന എന്ന സ്റ്റേറ്റിലാണ്. മൊണ്ടാനയിൽ ഒരുപാട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാണ്ട്. റോക്കി മൗണ്ടൻസിന്റെ ഒരു ഭാഗം മൊണ്ടാന എന്ന സ്റ്റേറ്റിലൂടെ ക്രോസ് ചെയ്ത് പോണത്. യെല്ലോ സ്റ്റോൺ വഴിക്ക് അങ്ങനെ ക്രോസ് ചെയ്ത് പോകും. അപ്പൊ അതിൽ തന്നെ ഒരുപാട് ഹൈക്കിംഗ് ടീമുകൾ, ഇവിടെ ഒരുപാട് ആക്ടിവിറ്റികളുള്ള സ്ഥലമാണ്. മൊണ്ടാനയിൽ ഒരുപാട്
നമ്മൾ ഇന്ത്യയിൽ നമ്മൾ മരുഭൂമി ഉണ്ട്, മഞ്ഞുണ്ട് എന്നൊക്കെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് ഒരുപാട് ടെറൈൻസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പറയാനട്ടാ. ഉണ്ടാകുന്നതിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ അറിയാനുണ്ട് അല്ലേ. ട്രഷർ ഹണ്ടിന്റെ ഒക്കെ മെയിൻ സ്പോട്ടാന്ന് പറയുന്നത്. ട്രഷർ ഹണ്ടിങ് ഇവിടെ ഏറ്റവും വാല്യൂബിൾ ആയിട്ടുള്ള അമേരിക്കയിൽ ഗോൾഡ് കിട്ടിയിട്ടുള്ളത് മൊണ്ടാനയിലെന്ന് പറഞ്ഞാൽ. പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന ആൾക്കാർ ഹണ്ടിങ്ങിന് വേണ്ടി വരുന്ന ഒരു മെയിൻ സ്പോട്ടും. അതെ, ഹണ്ടേഴ്സിന്റെ വണ്ടർലാൻഡ് കൂടി ഉണ്ട് മൊണ്ടാന. എന്തായാലും അമേരിക്കത്തിൽ വലിയൊരു സ്റ്റേറ്റും കൂടി ഉണ്ട് മൊണ്ടാന. ആ മൊണ്ടാന നമ്മള് പകുതിയിൽ ക്രോസ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണടാ. നടുഭാഗത്തേക്കൂടെ ഇങ്ങനെ ക്രോസ് ചെയ്യണം നമുക്ക് നോർത്ത് ഡക്കോട്ടയിലേക്ക്. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഒരു ചെറിയൊരു വില്ലേജിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തിരിക്കട്ടാ. മൊണ്ടാന സൈഡിലത്തെ ഒരു ചെറിയൊരു വില്ലേജാണ്. നമ്മൾ മെയിനായിട്ട് എൻ്റർ ചെയ്ത് സെൻഡെക്സ് നമുക്ക് പെട്രോൾ അടിക്കാണ്ട് പെട്രോൾ ഒന്നുകൂടി ഒന്ന് ഫില്ല് ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് പോണായിട്ട് ഇവിടെ നിന്ന് ഒരു ലോങ് സ്ട്രെച്ച് ഉണ്ട് നോർത്ത് ഡക്കോട്ടയിലേക്ക് പോണ കാരണം നമുക്ക് കുറച്ച് ഒന്ന് ഫില്ല് ചെയ്യാണ്ട് ഒന്ന് ഫില്ല് ചെയ്തിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. പണ്ടത്തെ ഷോപ്പുകളൊക്കെ എന്തോ അങ്ങനെ നല്ല 142 പേരേ ഉള്ളൂ. 142 പേരുള്ളൂ. 142 പേർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കൗണ്ട് ചെയ്ത്. നൈസ് ഒരു ബാറിന് മുമ്പിൽ നിൽക്കണ്ട, ഒരു കൺട്രി ബാറിന് മുമ്പില്. അമ്മേ ഇതിനുള്ള എന്തിനാ നോക്കണ്ടാ. നമ്മള് ആദ്യം ഫ്രഷ് അപ്പ് ആയിട്ട് പെട്രോൾ അടിക്കാം. ഭയങ്കര ബാറാണുള്ളത്. ഇന്നുണ്ടല്ലോ 800 900 ബാറെന്നൊക്കെ പറയില്ല. ആ റേഞ്ച് കേട്ടോ. വേറെ ലോകം. ഫൈൻ ഒരു വെറൈറ്റി ഫാനായിട്ടുള്ളല്ലേ. കാസിനോ ആണല്ലേ. അടിപൊളി ഒരു ഓൾഡിഷ് ബാർ കേട്ടോ. അമേരിക്കയുടെ ഫ്ലാഗ് ഒക്കെ അടിയിലൊക്കെ തിളങ്ങുന്നുണ്ടോ. ഇന്ന് ഹലോവീൻ ഡേ ആണല്ലോ അല്ലേ. ഇതേണ്ട പ്രേതം ഇവിടെ ഉണ്ട്, പിള്ളേർ ഇവിടെ ഉണ്ട്. ഒന്ന് ചെയ്തിരിക്കാം ഞങ്ങൾ പേടിക്കട്ടോ. ഇതിന്റെ മുകളിൽ നോക്കിയാ അല്ല ഫുൾ $1. $1 ഫുൾ $1 അല്ലേ. ഇതെല്ലാം കൂടി കഴിഞ്ഞാൽ നമുക്കൊരു മാസത്തെ ശമ്പളം കിട്ടില്ല. വേണ്ട ഫുള്ള് $1 ഓരോരുത്തരും ഒപ്പിട്ട് സൈൻ ചെയ്ത് പോയിരിക്കട്ടെ. നമ്മൾ സൗത്ത് ആഫ്രിക്കയില് ഇന്നർ വെയർ ഒക്കെ ഇട്ട് പോയി നമ്മൾ ഓർക്കില്ലേ, അതേപോലെ വേണ്ട ഫുള്ള് $1 അഭിപ്രായം എഴുതിയിട്ടിരിക്കട്ടാ. ഇത് വെറൈറ്റി കാഴ്ച. ആ കേസിനോള് ഇവിടെ കേസിനോള് കളിച്ചു കിട്ടുന്ന പൈസ. ഈജിപ്ത് ഓരോ രാജ്യങ്ങളിൽ നിന്ന് വരണ കേട്ടോ. നോക്കിയാണ്ടാ കാനഡ ഏത് രാജ്യം ഇതൊക്കെ എഴുതിയിട്ടുണ്ടോ. ഓരോ രാജ്യങ്ങളെ പേരൊക്കെ എഴുതിയിട്ടുണ്ടോ. ടാൻസി റിച്ചാർഡെന്നൊക്കെ എഴുതിയിട്ടുണ്ടോ. അതൊരു വെറൈറ്റി കാഴ്ചയല്ലേ. ഓരോ സ്റ്റൈല് നമ്മൾ കണ്ടുപിടിക്കണില്ല. അങ്ങനെ ഓരോ രാത്രികൾ വരുമ്പോഴാണ് നമുക്ക് ഇതൊക്കെ മനസ്സിലാവണോ. ഇവിടെ അമേരിക്കൻ ഫ്ലാഗ് ഒക്കെ ഇട്ടിട്ട് അവര് വേറെ ഡെക്കറേഷൻ വേറെ കൊടുത്തിട്ടുണ്ടോ. അത് കളിക്കും. ഹാലോവിൻ്റെ കാരണം ഫുൾ പ്രേതങ്ങളാട്ടാ. നമ്മള് നാട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരു പടം കണ്ടാണ്ടല്ലോ ഉറക്കം വരില്ല. ഇവിടെയൊക്കെ പിള്ളേർ ഇത് കണ്ടിട്ട് കളിക്കുക ചെയ്യണട്ടോ. ഭയങ്കര സംഭവമാണല്ലോ. നമ്മളിതിനെ ശരിക്കും നോക്കി കണ്ടിരിക്കണോ. തലയോട്ടിയൊക്കെ വെച്ച് ലൈറ്റ് കൊടുത്തിരിക്കുക. തലയോട്ടി നോക്കിയാ ഇംഗ്ലീഷ് സിനിമയില് കണ്ടിട്ടാ. ഇത് അധികം നേരത്തിന് നോക്കിയെന്നെങ്കിൽ നമ്മുടെ ചിരിയൊക്കെ മാറും. അത് വേറെ കേസ്. ഒന്നുമില്ലാട്ടെ. ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ശരിക്കും പേടിപ്പിക്കില്ലേ. അല്ല തന്നെ കണ്ടല്ലോ. എങ്ങനെയത് എന്റെ കയ്യാട്ടാ. മോട്ടറല്ല എന്റെ കയ്യാ. അത് കളിക്കി ഫുള്ള അതിന്റെ കണ്ണ്. ഇതിന്റെ കണ്ണൊക്കെ ഹെവി കണ്ണാട്ടാ. ആലോചിക്കാൻ പറ്റാത്ത കണ്ണ്. ഈ ഹലോവീൻ നമുക്ക് നമ്മുടെ നാട്ടിലും വരണ. ഈ പിള്ളേരെ പേടിയൊക്കെ മാറിയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അന്ധവിശ്വാസമൊക്കെ മാറിയിട്ട് ഒരു തോതാവും ആൾക്ക് മൊത്തത്തില്. മതത്തിന്റെ ആ സാധനങ്ങളൊക്കെ മാറിയിട്ട് പോയി. കസാരം ഒരു അപ്പച്ചിരിക്കണൊക്കെ ഹെവി സാധനങ്ങളെ വെച്ചിരിക്കണ. അതൊരു പേടിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ സിക്കുമ്പോ ഒരു കസാരം ഒരാളിരിക്കണുണ്ടോ ഞാൻ അവസ്ഥ ചോദിക്കേ. ആ വീട്ടിൽ കാര്യം കയറോ. പെർഫെക്ഷൻ ഉണ്ടല്ലേ നല്ല. അതെ ഒറിജിനൽ സ്കിന്നിങ്. ഇവിടെ എല്ലായിടത്തും ഈ ഹണ്ടിങ് ഉള്ള കാരണല്ല. ഒറിജിനൽ സ്കിൻ ചെയ്തിട്ടുള്ള സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുള്ള മാനാട്ടാ. സെക്കാൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരല്ലേ. കൗണ്ടിലത്തെ ആൾക്കാരായിരിക്കും. അതെ. നമുക്ക് പതുക്കെ നമുക്ക് സെൻടെക്സിന്ന് പതുക്കെ ഡീസൽ അടിക്കാട്ടാ. ഡീസൽ അല്ലാണ്ട പെട്രോള്. അങ്ങനെ നമ്മള് പെട്രോളൊക്കെ അടിച്ചു. $3.21 $3.24 $3.24 നമുക്ക് ഒരു ഗാലൻ പെട്രോളിന് ഇവിടെ വന്നിട്ടുള്ളത്. ശരിക്കും ബില്ലിങ്സിന് വന്നപ്പോ ഇവിടെ റേറ്റ് കൂടി 10 സെന്റ് കൂടുതലായിട്ട് ഇങ്ങനെ എത്തിപ്പോ. എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ ഒരു പോസ്റ്റ് ഓഫീസ് നോക്കിയാൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പോസ്റ്റ് ഓഫീസ്. ഇവിടുന്ന് ഹണ്ടിങ് ഏരിയ ഒന്നും എല്ലായിടത്തും ഹണ്ടിങ്ങിന്റെ ആൾക്കാരും പോക്ക് വരവൊക്കെ ഉണ്ട് കേട്ടോ. വണ്ടികളും ചെയ്യാൻ വേണ്ടി പോണ വണ്ടികളൊക്കെ ഇഷ്ടംപോലെ. ഈ മല കയറി പോണൊക്കെ ഹണ്ടിങ്ങിന്റെ ഏരിയ ഒന്നും ഉണ്ട് കേട്ടോ. വീഡിയോകളൊക്കെ നോക്കി
ചെറിയ വീടുകളൊക്കെ ഒന്നും പഴയ വണ്ടികളൊക്കെ ഇങ്ങനെ വേണ്ട ക്യാമറമാനൊക്കെ കിടക്കണ കിടപ്പ് നോക്കിയ വെറുതെ ഇട്ടിരിക്കട്ടവര്. നമ്മള് ബോട്സ്വാനയില് മനുഷ്യന്മാരെക്കാളും കൂടുതൽ ആനകളാന്ന് കേട്ടിട്ടില്ലേ? അതേപോലെ ഈ മൊണ്ടാന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ മനുഷ്യന്മാരെക്കാളും കൂടുതൽ മാനുകളാ. ആലോചിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കയറിയ നേരത്തെ കൗണ്ടിയില് അവര് ഓപ്പൺ ആയിട്ട് മാന തൊലിരിഞ്ഞുകൊണ്ടിരിക്കുക അല്ലേ? ഒരു ഭയങ്കര ഞങ്ങൾ നോക്കുമ്പോ ഒരാളെ ഞാത്തിട്ട പോലെ പെട്രോടിക്കാൻ കരുതാ. പിന്നെ നമുക്കത് ഓപ്പൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല അവരെ മുമ്പിൽ വെച്ചിട്ട്. അത് കാരണം നമ്മൾ അങ്ങനെ ഷൂട്ട് ചെയ്ത് പോകുന്നേട്ടാ. എന്തായാലും ഒരു അപൂർവ കാഴ്ച ചെയ്യത്. ഫുള്ളുണ്ടല്ലോ നമ്മള് ആകാശത്തിന്റെ മുകളിൽ നിൽക്കണ പോലത്തെ ഒരു പ്രകൃതിയിലെ മൊത്തത്തിൽ ഇങ്ങനെ വിശാലമായിട്ട് കിടക്കണേ. നമ്മള് റൈറ്റ് സൈഡിലൊക്കെ അല്ലെങ്കിൽ നമ്മള് മസായിമാരൊക്കെ പോകുമ്പോ ഒരു ഗോൾഡൻ കളറുള്ള പുല്ലിനുള്ളിലൊക്കെ സിംഹങ്ങളും അതുപോലെ പുലികളൊക്കെ നടക്കണ കാണാറില്ലേ? അതേപോലെ ഇവിടെ മാനുകളാണ്. ഹണ്ടിങ് ടീമൊക്കെ ഓരോ വണ്ടികൾ അവിടെ ഇവിടെ പോണ കാണാൻ പറ്റും നമുക്ക്. ഫുള്ള് ഗോൾഡിഷ് കളറിൽ ഇങ്ങനെ പരന്ന് കിടക്കാട്ടാ. ഒരു കുന്നോ മലയോ ഒന്നും കാണാനില്ല. ഓരോ ടെറൈൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. മൊണ്ടാന സ്റ്റേറ്റ് നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക. മൊണ്ടാന സ്റ്റേറ്റിലേക്ക് കയറിയപ്പോ ഫുൾ പൈൻ മരങ്ങളുടെ ഒരു വേറെ കലവറായിരുന്നു അല്ലേ? അത് കഴിഞ്ഞ് ഒരു ഡ്രൈ ലാൻഡ് വന്നു, പിന്നെ ചെറിയ ഡെസേർട്ട് ലൈൻ വന്നു, പിന്നെ വീണ്ടും പച്ചപ്പ് വന്നു. അങ്ങനെ ഓരോ ടെറൈൻ ഇങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കടാ. അങ്ങനെ വരെ നമുക്കൊരു 20-30 കിലോമീറ്റർ അറ്റം വരെ നമുക്ക് കാണാൻ പറ്റും അവിടെ നോക്കുകയാണെങ്കിൽ. അതെ. നമ്മൾ ചില സമയത്ത് വണ്ടി ഓടിക്കുമ്പോഴേ അല്ലെങ്കിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോ അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോ ഏതാണ്ട് നമ്മൾ ഇംഗ്ലീഷ് സിനിമയിൽ ലോകം അവസാനിക്കാൻ വരുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ലേ? ചില നമ്മളെടുത്ത് കൊണ്ടുപോകും, മുകളിലേക്ക് എടുത്ത് കൊണ്ടുപോകുന്നൊക്കെ നമുക്ക് ഇടയ്ക്ക് തോന്നല് വരും കേട്ടോ. ജസ്റ്റ് തോന്നല് മാത്രമാണ്. എന്നാലും ഇങ്ങനെ മേഘം ഇങ്ങനെ ഇരുണ്ട് വരും ചില സമയത്ത്. ഇനി അത് മറ്റേ കാറ്റങ്ങനെ ഓടാ, ചുഴലിക്കാറ്റങ്ങനെ പണ്ടാളെ പറയാൻ പറ്റില്ല. ഇത് മേഘങ്ങൾ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മള് മൈൽസ് സിറ്റിയിലേക്ക് അടുത്തോണ്ടിരിക്കണ്ട. വരുമ്പോ തന്നെ ഒരു ബലൂൺ കിട്ടിയ പോലത്തെ ഒരു ഫ്രെയിം നമുക്ക് കാണാം. ഓട്ടത്തിൻ്റെതായ എല്ലാ യെല്ലോ കളറും മുമ്പിൽ വന്നിട്ടുണ്ട്. ഒരു ഓൾഡ് മൈനിങ് സിറ്റി ആണ് കേട്ടത്. എന്തായാലും ഇവിടെ കുതിരകളിൽ എന്തോ ഗെയിം ഉണ്ടല്ലോ അല്ലേ? ഹോഴ്സ് റൈഡിങ് പരിപാടിയൊക്കെ ഉണ്ട്. ഒരു വിന്റേജ് ടൗൺ ട്ടാ. എല്ലായിടത്തും കുതിരകളാണ് മുമ്പിലുണ്ടാ. മുമ്പ് കുതിര ഇല്ലാണ്ട് ഈ സിറ്റി ഇല്ലാട്ടാ. മൈൽ സിറ്റി എന്ന് ഞാൻ പറഞ്ഞ സിറ്റി ഇല്ലാട്ടാ. ബോസ്റ്റൺ ബാറ് കാസിനോസ്. ഇവിടെയും ടാക്സിന്റെ കുറവുള്ള കാരണം ബാറുകൾക്ക് ഒരു കുറവില്ലെന്നുണ്ടോ. എല്ലാവർക്കും നിന്നല്ലക്കാന്നുണ്ട് ഇവിടെ അല്ലേ? ഓക്കെ, നൈസ് ആയിട്ടോ. ഈശോ ഗ്ലാസ് തുറന്നപ്പോ ആരും മിണ്ടില്ല. സൈലന്റ് വാലി. ആളില്ല, സമാധാനം നമ്മുടെ കൂടെ കേട്ടാ. മിണ്ടില്ലാരും. നമ്മൾ ഇന്നലെ നമ്മുടെ ആനക്കോണ്ട സിറ്റിയിലേക്ക് കടന്നതിന്റെ ഒരു ചെറിയൊരു വൈബില്ലേ? കപ്പിത്താൻ സൈഡിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. വേറെ കേസ് കപ്പിത്താനെ പിടിക്കണമെങ്കിൽ ആർക്കും പറ്റും. ഫുള്ള് കൗബോയ്സിന്റെ മെയിൻ ടെക്സാസിൽ നിന്ന് ഒരുപാട് പേരൊക്കെ ഇവിടെ നോർത്തിലെ വന്ന് താമസിക്കുന്ന വേറൊരു ഏരിയ കൂടി ഉണ്ടോ ശരിക്കും മൊണ്ടാനയിലെ ഈ ഒരു ഏരിയ എന്നൊക്കെ പറയുന്നത്. ടെക്സസ് ആയിട്ട് നല്ല കണക്റ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ നല്ല സ്റ്റീക്ക് കിട്ടുന്ന ഒരു ടെക്സസ് കഴിഞ്ഞാൽ അടുത്ത ഏറ്റവും നല്ല ടേസ്റ്റുള്ള സ്റ്റീക്ക് കിട്ടുന്നത് മൊണ്ടാന സ്റ്റേറ്റിലാണെന്നാണ് പറയണത് അല്ലേ? ഡാൻസ് ബാറുകൾ. അതെ, പതുക്കെ പള്ളിയാണ് വരുന്നത്. നൈസ്ക്ക് പള്ളി വരണ്ടല്ലോ അല്ലേ? റേറ്റ് കുറഞ്ഞല്ലോ. അല്ല 3,700 വന്നടിച്ചാൽ മതിയായിരുന്നു അല്ലേ? 15 സെന്റ് കുറഞ്ഞു. നമ്മള് 3,25 അടിച്ചിട്ട് പോന്നടാ. നൈസ്ക്ക് ഒരു പള്ളി മുകളിലൊരു ചെറിയൊരു കൊട്ടാരം. പള്ളി നല്ലത്. പള്ളിയല്ല. ഇപ്പൊ ഹലോവിങ് വീക്കെൻഡ് ആയ കാരണം എല്ലാവരും വീട്ടില് പ്രായത്തിനോട് ഭർത്താവ് വന്നിരിക്കുന്നുണ്ടാ. ആരും കാണാല്ലേ? ടൗൺ കഴിഞ്ഞ പോലെ ലാസ്റ്റ് സിഗ്നൽ എന്ന് പറഞ്ഞല്ലേ? ലാസ്റ്റ് സിഗ്നൽ അത് കഴിഞ്ഞ ഹൈവേയിലേക്കാ കാരണം. ഇതൊക്കെ തന്നെ ഉള്ളൂ. അധികം ആൾക്കാരൊന്നും ജീവിക്കില്ല. കുറച്ച് ആൾക്കാർക്ക് തന്നെ ഉള്ളു ടൗണില് അല്ലേ? കുറച്ച് പേരുള്ളൂ. ആരെയും കാണാനില്ലല്ലോ. ഇവിടെ ട്രെയിൻ പോകണ്ടോ? ട്രെയിനിങ് സ്റ്റേഷൻ ഇവിടെ കുതിരയിലാണ്ട് ഒരു ഗെയിമില്ലട്ടോ. മൈൽ സ്റ്റോൺ എന്ന് പറയുമ്പോ മൈൽ സ്റ്റോണല്ല, മൈൽ സിറ്റി എന്ന് പറയുമ്പോ കുതിരയിലാണ്ട് എന്തൊരു മൈൽ സിറ്റി. മുമ്പിൽ മറ്റേ ഇരുമ്പോണ്ടുണ്ടാക്കി പട്ടയണം നോക്കടാ. കല്ല് മൈൻ ഇതൊക്കെയുള്ള പരിപാടി കാശിന്റെ കേസ് മാത്രം.
നമ്മള് ഇവിടുന്ന് ഈ 94 ഈ മെയിൻ ഹൈവേ തിരിഞ്ഞ് നമ്മള് നോർത്ത് ഡക്കോട്ട ലക്ഷ്യമാക്കിയുള്ള ഒരു റൂട്ട് പിടിക്കാൻ പോട്ടാ. ഇന്ന് ഈവനിങ് ആണ്. ഇപ്പൊ സമയത്രേടാ? സമയം 4 മണി. നമുക്ക് 2 മണിക്കൂർ 2.5 മണിക്കൂർ ഉണ്ടാവിടേക്ക്. അപ്പൊ ഇത് അവിടെ എങ്ങനെ ടെറയുന്നൊന്നും അറിയില്ല. വിജനമായ ഏരിയ എന്നാണ് ശരിക്കും നമുക്ക് മാപ്പിൽ നോക്കുമ്പോ കാണുന്നത്. അപ്പൊ അത് നമുക്ക് ഇവിടെ കിടക്കണോ അത് അവിടെ എത്തിട്ട് കിടക്കണോ? നമുക്ക് നോക്കാം, പോയി നോക്കാം കുറച്ചും കൂടെ. പക്ഷെ ഇവിടുന്ന് വിട്ടുപോയി പിന്നെ ഫുള്ള് ഡ്രൈ ലാൻഡ് ആട്ടോ. താമസിക്കാനായിട്ട് പെട്രോൾ പമ്പ് പോലും ഉണ്ടാവും തോന്നാൻ കാണുമ്പോ അങ്ങനെ തോന്നണ എനിക്ക്. എന്തായാലും ഇവിടുന്ന് വിട്ടുപോയി നമുക്ക് ഇവിടുന്ന് കുറച്ച് വെള്ളം സ്റ്റോക്ക് ഉണ്ട്. ഇതാണ് ലാസ്റ്റ് ടൗൺ. പിന്നെ മുട്ട പിടിക്കായിരുന്നു അത്യാവശ്യം സർവൈവ് ചെയ്യാനായിട്ട്, ഫുഡ് അടിക്കാനായിട്ട്. എന്തായാലും നമ്മുടെ ചെക്കന്റെ ഫുഡ് ഉണ്ടെന്ന് ഇന്ന് കഴിക്കാനുള്ള ഫുഡ് ഉണ്ട്. എന്തായാലും നമുക്ക് വെച്ച് പിടിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഇരുട്ടാവുമ്പോ എത്താം. അവിടെ നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പണി കിട്ടും. അപ്പൊ നോർത്ത് ഡക്കോട്ട അടുത്ത സ്റ്റേറ്റ്. ഈ മൊണ്ടാന എന്ന് പറഞ്ഞ സ്റ്റേറ്റാണ് ലോകത്തിലില്ലേ ഈ കാലാവസ്ഥ വ്യതിയാനല്ലേ, കാലാവസ്ഥ ടെമ്പറേച്ചർ വ്യത്യാസം വരുന്നത്. നമുക്ക് 104 ഫാരൻഹീറ്റ് സെൽഷ്യസ് വരെ ഒരു ദിവസം ചേഞ്ച് ആവാം. രാവിലെ നമുക്ക് -40 ആണെങ്കിൽ ഉച്ചയാകുമ്പോ +40 എന്നുള്ള ഫാരൻഹീറ്റ് എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുന്ന ലോകത്തിലെ ഏക സ്ഥലമാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വ്യതിയാനം സംഭവിക്കുന്ന അങ്ങനത്തെ ഒരു സ്ഥലമാണ് മൊണ്ടാന എന്ന് പറഞ്ഞ സ്റ്റേറ്റ്. വിത്തിൻ സെക്കൻഡ്സിൽ ടെമ്പറേച്ചർ മാറും, ടെമ്പറേച്ചർ ചേഞ്ച് ആയി. അപ്പൊ അതുകൊണ്ട് ഇവിടെ ജനിച്ചു വരുന്ന ആൾക്കാർക്ക് മറ്റേ പനി നീരിവിച്ച സംഭവങ്ങളൊന്നും വരില്ല. മിനിറ്റിന് ഈ സാധനം അപ്പ് ആൻഡ് ഡൗൺ കളിയാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ 100-104 ഫാരൻഹീറ്റ് വ്യത്യാസം ഒരു ദിവസം തന്നെ ഇവിടുത്തെ കാലാവസ്ഥയിൽ അനുഭവപ്പെടുന്നത് പറയണ്ട. വിന്ററിലായാലും സമ്മറിലായാലും ഒക്കെ ഈ ഒരു അനുഭവം. സമ്മറിൽ രാത്രി ചിലപ്പോൾ തണുപ്പുണ്ടെങ്കിൽ രാവിലെ ചിലപ്പോൾ +97 100 ഒക്കെ ആയിരിക്കും. അപ്പൊ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അടുത്തൊരു വ്യത്യാസം ഉണ്ടാകുന്ന പറഞ്ഞ സ്റ്റേറ്റിലേടാ. ഈ ഒരു സിറ്റിയിലേക്ക് വന്നപ്പോ മാത്രം കുറച്ച് ചെടികൾ കണ്ടൂലേ. ഇവിടെ അങ്ങനെ കയറുന്നവരെ ഒന്നും ഉണ്ടാകുന്നുണ്ട്, ഫുൾ ജനതയായിരുന്നു. പെട്ടെന്ന് ഈ മൈൽ സിറ്റിയിലേക്ക് കടന്നപ്പോ ഫുള്ള് ചെറുതായിട്ട് പച്ചപ്പ് സംഭവങ്ങളൊക്കെ കണ്ടുകൂടാ, കുതിരകളൊക്കെ ഫാംലാൻഡുകളാണ്. ഇപ്പൊ നമ്മളിത് ഇവിടുന്ന് എക്സിറ്റ് അടിച്ച് കഴിഞ്ഞാൽ വീണ്ടും വിജനതയിലേക്ക് കിടക്കുന്നുണ്ടാ. പഴയ ഒരു സിറ്റി, പഴയ ആൾക്കാരെ ഈ പറഞ്ഞ പോലെ മൈൻഡ് ചെയ്ത് വരുന്ന ട്രെയിൻ വരുന്ന റൂട്ടില് ചായ കുടിക്കാൻ നിർത്തുന്ന ചെറിയ പട്ടണമായിരിക്കാം. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇവിടുത്തെ വലിയ സിറ്റികളായിട്ട് മാറണടാ. ബിൽഡിങ്സിലേക്ക് റൈറ്റ് ബിസ്മാർക്കിലേക്ക്, അത് നോർത്ത് ഡക്കോട്ട അല്ലേ? നമ്മൾ അങ്ങോട്ട് പോകണില്ലേ, നമ്മള് നോർത്ത് ഡക്കോട്ട സൗത്ത് സൈഡിലേക്കാണ് നമ്മൾ പോണത്. നമ്മൾ പോണ സിറ്റി പേര് നമ്മള് ബൗമാനിലേക്ക് ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോണത്. നോർത്ത് ഡക്കോട്ടയിലത്തെ സൗത്ത് സൈഡ് ആയിട്ടുള്ള സൗത്ത് ചെറിയ സിറ്റി ആയിട്ടുള്ള ബൗമാൻ സിറ്റിയിലേക്കാണ് നമ്മള് ടീം ട്രാവലിസ്റ്റ് കടക്കാൻ പോണത്. ടെറൈനിലേക്ക് വീണ്ടും കയറിയിട്ട് നമ്മള് ബേക്കർ 82 മൈലാ. ഇതുണ്ട നമ്മള് മൈനിങ് സ്ഥലങ്ങളൊക്കെ വർക്ക് ചെയ്യണ മെഷീനറി ഇവിടെ അങ്ങനെ ശവപ്പറമ്പ് പോലെ സെറ്റ് ചെയ്തിരിക്കണം. നോക്കിയാ മൈനിങ് ടീമാട്ട മൊത്തം മറഞ്ഞുപോയി. പെട്ടെന്ന് കണ്ടൊരു കാഴ്ച ചെയ്യുന്നുണ്ടോ. അപ്പൊ വീണ്ടും നമ്മള് ടൗണിന്റെ പുറത്തേക്ക് വന്നപ്പോ വീണ്ടും വിജനത്തിലേക്ക് കടന്നത്. ഇവിടെ നോക്കാൻ നോക്കണ്ട കണ്ടെയ്നറുകൾ മറ്റേ ബോഗികളൊക്കെ കൊണ്ടിട്ടിരിക്കുന്നുണ്ടാ, ട്രെയിനിന്റെ ബോഗികൾ. ഇവിടുന്ന് മൈൻഡ് ചെയ്ത് പോണ സാധനങ്ങൾ ട്രെയിൻ വരുന്ന ഒരു ഏരിയ കൊണ്ടുവരണേ. മൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന സാധനങ്ങൾ ട്രെയിനിൽ കയറ്റി വിടുന്ന സ്ഥലമായിട്ട് അതൊക്കെ ഡ്രൈ ലാൻഡ്. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ ഈ ഭൂമിക്ക് നമ്മുടെ പട്ടിക്കുഞ്ഞിന്റെ വില പോലും ഇല്ല. പക്ഷെ ഇതിന്റെ അടിയിൽ കിടക്കുന്ന സാധനങ്ങളും അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ ഇല്ലേ, ലോകം തന്നെ മാറ്റി മറക്കണ സാധനങ്ങളാട്ടാ. ചിന്തിക്കാൻ പറ്റില്ല. ആ നേരത്തെ പറഞ്ഞ ഭീകരത ശരിക്കും ഇവിടെ ഉണ്ടട്ടാ. ആകാശം കാണുമ്പോൾ പേടിയോ ചെയ്യണട്ടാ. സ്റ്റോം വരുന്നുണ്ടോ അവിടെ? മഴയ്ക്കുള്ള സാധ്യതയുണ്ട്, കാറ്റിനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മറ്റേ വിന്റർ കാറ്റ് ആ സാധനത്തിന് പറയാ സൈക്ലോൺ അടിക്കുന്ന സ്ഥലം എന്നൊക്കെ തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഇവിടുത്തെ ഒരു സെറ്റപ്പ് കാണുമ്പോൾ ഒരു പേടി. നമ്മള് മനുഷ്യന്മാരല്ലാണ്ട് ഇവിടെ പേടിക്കണ്ടേ, നമ്മൾ പ്രകൃതിനെ പേടിക്കണ്ടേ ഇവിടെ. കുറച്ച് നമുക്ക് അതിന്റെ ഒരു ഹൊറർ ഫീൽ ചെയ്യുന്നുണ്ടാ. നമ്മളത് മറ്റേ വ്യൂസ് കയറ്റാൻ വേണ്ടി പറഞ്ഞ ഡയലോഗ് അല്ല അവിടെ നമ്മൾ നിൽക്കുമ്പോ ആ ഫീൽ കിട്ടുന്നുണ്ട്. മെന്റലി നമുക്ക് ആ സാധനം പോകണ്ടല്ലേ, ഭീകരത ഉണ്ട് പ്രകൃതിക്ക്. മലകൾക്കൊരു വേറൊരു തരം പ്രത്യേക കളറുകൾ പല സ്ഥലത്തും ഒക്കെ ആയിട്ടുണ്ട്. 4 മണിയാകുമ്പോഴേക്കും ഇവിടുത്തെ കാലാവസ്ഥയുടെ ചേഞ്ച് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. നമ്മൾ രാത്രി ആ റൂട്ട് പിടിക്കുന്നത് സേഫ് ആണോ? നമ്മളിപ്പോ ഇനി ഏകദേശം 1.25 മണിക്കൂർ നമുക്ക് ഈ റൂട്ടിൽ ഓടി കയറാനുണ്ട്. അപ്പൊ ഇത്രയും ദൂരം നമുക്ക് ഓടി എത്താൻ പറ്റില്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻ ഇല്ല, ഒരു ഹോട്ടലില്ല. കുടിയെ കുടിക്കണത് കുടി എന്നൊക്കെ പറഞ്ഞല്ലോ. ടാങ്ക് ഉണ്ട്, ടാങ്കില് നമുക്ക് ഓടി എത്തണം അവിടെ വരെ. ഈ ചെറിയൊരു ഷോർട്ട് കട്ട് കാണിക്കുന്നുണ്ട് മാപ്പില്, ഗൂഗിൾ മാപ്പില്. പോയി എത്തോന്നറിയില്ലടാ. ഓ മണ്ണിട്ട് കയറി പോവാൻ. ഇത് ഷോർട്ട് കട്ടാണ്, നമുക്ക് പോയി നോക്കാം. നോക്കിയോ ഇവിടെ പ്രദേശത്തൊക്കെ എയിമുണ്ട്.
മഴ വരുന്നു അല്ലെങ്കിൽ എന്തോ വരണ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. ആകാശമൊക്കെ ഇങ്ങനെ ഒരു മൂടി നിക്കണ ഈ കയറ്റം കയറി നോക്കട്ടോ. അന്ധമായ വഴിയാണെന്ന് വെച്ചാൽ തിരുമ്പി വന്നിട്ട് പിടിക്കാം അല്ലേ. ടയറൊക്കെ എന്തിനു പറ്റിയ ചിലപ്പോ പണിയാ. റോഡില്ലാത്ത വഴിയാ പണിയിട്ട് ചിലപ്പോ. റോഡ് അന്തമില്ലാണ്ട് പോണ മുത്ത തിരിക്കാം നല്ലത്. അറിയാത്ത വഴിക്ക് ഷോർട്ട് കട്ട് എടുത്തിട്ട് കാര്യമില്ല. ഈ വഴി നമ്മൾ അങ്ങനെയാ പോണ്ടത്. ഈ വഴിക്ക് റൂട്ട് കാണിക്കണ്ടേ, പക്ഷെ അത് ചുവാവില്ല. നീ തിരിച്ചോ നല്ലത്. ചെടികൾക്കൊക്കെ എന്തോ നമ്മൾ പറയാനുള്ള പോലെ അങ്ങോട്ട് പോവല്ല മക്കളെ എന്ന് പറയണമെന്നാണെന്ന് സംശയം കേട്ടാ. ഇല്ലല്ലേ പോണില്ലേ, തിരിച്ചു പോയി ഞങ്ങള്. ഒന്നും മേടിക്കണ്ട. ആ വമ്പണ്ടാക്കളൊക്കെ ഉണ്ടാവും. മാനായിരിക്കും മെയിൻ ആയിട്ടാ. കരടി ഉണ്ട്. അതെ കരടി ഉണ്ട് കേട്ടാ. തിരിച്ചാൽ നമുക്ക് കൂടെ അപ്പൊ ജംബ്രു പണി കിട്ടി കഴിഞ്ഞാല് പണി പാളും. ചിലപ്പോ തൊളയും വീഴി. ചിലപ്പോ ആൾക്കാർ വിചാരിക്കും നമ്മൾ മറ്റു മൃഗങ്ങൾ നടന്നു വരാന്നൊക്കെ ചോദിക്കും. ഇവിടെ ഹണ്ടിങ് ഏരിയക്കുള്ള അങ്ങനത്തെ ഒരു പേടിയുണ്ട്. തൊള വീഴും ചിലപ്പോ. നമ്മളോട് ശത്രുത കൊണ്ടാവില്ല, അവര് മിത്രം കൊണ്ട് അടിച്ചതാവും. പക്ഷെ നമ്മളെ മേത്ത വീഴാന്ന് മാത്രമേ. കപ്പിത്താനം എല്ലായിടത്തും തിരിക്കാൻ പറ്റില്ല. നോർമൽ തിരിച്ചാലൊന്നും കേറില്ല. നീളം നല്ല കൂടുതലാണ്. നമ്മൾ ഇങ്ങനത്തെ റൂട്ട് പിടിക്കാതിരിക്കുന്നല്ലോട്ടാ. നമുക്ക് ഷോർട്ട് ടൈം വേണ്ട. നമ്മുടെ പെട്രോളും കുറവാണേ. നേരായി വഴിക്ക് പോട്ടാ. ചിലപ്പോ എവിടെയെങ്കിലും പണി കിട്ടി കഴിഞ്ഞാൽ പോകും. മര്യാദ പറഞ്ഞാലോ അതിൽ തന്നെ പോകാം. ഞാനത് അടിച്ച് നോക്കാന്ന് വിചാരിച്ചു. കിലോമീറ്റർ ലാഭിക്കാന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത്രയും പണി കിട്ടും. വീണ്ടും മെയിൻ റോഡിൽ കയറി. നമുക്ക് വളഞ്ഞ വഴി വേണ്ട, നേരെ വഴിക്കന്നെ മതി എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിക്കടാ. എന്തും വളഞ്ഞ വഴിക്ക് പോയി ഒന്നും എത്തില്ല എന്നുള്ളത് ഒരു വലിയൊരു ഉദാഹരണം കൂടിയാണ് നമ്മളിപ്പോ കണ്ടത്. അതിനെന്താ പറയുള്ളത് ആരുമായിട്ടുള്ളത്? വളഞ്ഞ വഴി എടുക്കാൻ പറഞ്ഞത് തന്നെയല്ലേ. മര്യാദക്ക് ഇതിലെ ഞാൻ ഓടിച്ചോണ്ടിരുന്നതാണ്. അത് പെട്രോളും കുറവ്. ഒന്ന് ഇത്രയും ദൂരം നമുക്ക് ഓടി എത്താനുണ്ട്. ആ വഴി പോയാൽ എന്തെങ്കിലും പറ്റിയ ഒരാൾ പോലും സഹായത്തിന് ഉണ്ടാവില്ല. ചക്കന് പേര് റെയിൻബോ കളറുള്ള മലകളൊക്കെ അല്ലേ. നല്ല മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളറുണ്ടാ മലകൾക്ക്. ഏറ്റവും അവസാനം ഏറ്റവും അറ്റത്തൊക്കെ മലകൾ നോക്കിയ നമ്മള് ഡെത്ത് വാലിയൊക്കെ പോയപ്പോ ഇങ്ങനത്തെ കളറുള്ള മലകൾ കണ്ടിട്ടുണ്ടാകുന്നുണ്ടോ? അങ്ങനെ കൊറേ നേരത്തിന് ശേഷം കുറച്ച് വെളിച്ചം വന്നപ്പോ ഒരു ഭംഗി വന്നില്ല. അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് തെളിഞ്ഞു വന്നു. അതെ മനസ്സൊക്കെ ഒന്ന് അനിലൊക്കെ ജസ്റ്റ് മൈൻഡ് ചെയ്ത് പോയി കിടക്കണ സമയത്തായിരുന്നു എനിക്ക് തോന്നുന്നു. കുറച്ചു കാലാവസ്ഥ പോലെയായിരുന്നു. അപ്പൊ നമ്മൾ തിരിച്ചത് നോർമലിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ആകാശം നമ്മളിടയ്ക്ക് പേടിപ്പിക്കുന്നുണ്ട്. സൈഡൊക്കെ പോയി കിടക്കണ്. അപ്പൊ നമ്മൾ ഏകദേശം നോർത്ത് ഡക്കോട്ട ബോർഡറിലേക്കാണ് നമ്മൾ പഠിത്തുകൊണ്ടിരിക്കുന്നത്. നല്ല സൺസെറ്റ് ഇടാം. അപ്പൊ അതൊക്കെ നല്ല ഗോൾഡിഷ് കളറായിട്ടുള്ള ഫീൽഡും കാണുമ്പോഴേ ഫ്രെയിമിന് വേറെ ഭംഗിയാണ്. നമ്മളിനി എത്രയും നമ്മളിനി ഈ ഒരു ബോർഡർ ഉണ്ട്, അതിന് നമുക്ക് നോർത്ത് ഡക്കോട്ട ബോർഡർ ഇടാം. നമുക്ക് വേഗം അങ്ങോട്ട് എത്താം. വെതറല്ലേ. പക്ഷെ ഗ്ലാസ് തുറക്കുമ്പോ നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പ് പുറത്ത്. അപ്പൊ നമ്മള് ബേക്കർ എന്ന് പറഞ്ഞ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കട്ടാ സുഹൃത്തുക്കളെ. ഇനി ഇവിടുന്ന് ബൗമാൻ ബോർഡ് കണ്ടുകൂടാ. ബൗമാൻ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലേക്ക് നമുക്ക് എത്തേണ്ടത്. ഇവിടെ ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള ടൗൺ ആട്ടാ. ഇവിടെ നമുക്ക് ബോർഡർ കാണാൻ ചിലപ്പോ നമുക്ക് വെൽക്കം ടു നോർത്ത് ഡക്കോട്ട ഇവിടെ നിന്ന് കിട്ടും അല്ലെ. അടുത്ത തറയുണ്ട് നമ്മള്. ഇതും ഒരു ചെറിയൊരു പട്ടണം കേട്ടാ. എല്ലായിടത്തും ഇങ്ങനെ ആരും ഇല്ല. എന്താ സിമ്പിൾ ഉണ്ട്, സിമ്പിൾ സ്ഥലം. എല്ലാവരും പ്രേതങ്ങളെ ആരാധിച്ച് നിക്കണ സമയമുണ്ട് ഇപ്പൊ. ഭയങ്കര ലൈറ്റ് അടിക്കണടാ. ഒരു രക്ഷയില്ലാത്ത ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടില്. ആകാശം ഇരുണ്ട് നിക്കണ ഒരു സൈഡില് ലൈറ്റ്. ഭയങ്കര ഒരു വിഷ്വലാട്ടോ. എന്നിട്ട് പ്രേതങ്ങളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടാ. ഒരു ലേക്ക് ഉണ്ട് അവിടെ. നൈസ് ലേക്ക്. നമുക്ക് ഇവിടെ റെസ്റ്റ് അടിച്ചൊരു 5 മിനിറ്റ്. കുറെ നേരമായി നമ്മള് ട്രാവൽ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഒന്ന് കയറി വെക്കാം. ഒരു സമാധാനം നമ്മുടെ കൂടെ കിട്ടട്ടെ. അമ്മേ ഏടിയ വെള്ളമൊക്കെ കാലിൽ വെച്ചിട്ടാണ് കിട്ടണ്ട. അതേപോലത്തെ സിറ്റുവേഷൻ നമ്മളിപ്പോ എത്തിയിരിക്കണ സുഹൃത്തുക്കളെ. ഓ ഫ്രെയിം. ഇതിന് മേലെ എങ്ങനെ ഒരു ഫ്രെയിം സെറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് വെക്കുന്ന സ്ഥലത്തൊക്കെ അല്ലേ. എന്തൊരു സ്ഥലം. ഇറങ്ങാം നമുക്ക്. വയ്യാട്ടാ കൊറേ നേരമായി. ഏതായാലും ഒരു സൈഡില് ആകാശം ഇരുണ്ടിരിക്കണു. ഒരു സൈഡില് സൂര്യയുടെ പതൊക്കെ ഉദിച്ചുട്ടാ.
ഇതൊക്കെ എങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കണെന്ന് ഞാൻ ആലോചിക്കണം കേട്ടോ. ഇത് കാണുമ്പോഴുള്ളൊരു ഭംഗി ഏതാന്ന് വെച്ചേക്ക് എന്തായാലും കലക്കിട്ടാ. ഇനി മൊണ്ടാനെന്ന് പറഞ്ഞത് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ പോണ പോലെയല്ല, നല്ല വിഷമുള്ള പാമ്പുകളുള്ള സ്ഥലമാണ് ഇവിടെ. അത് കാരണം നമ്മൾ ഈ ഇതിലേക്കൊക്കെ ഇറങ്ങി പോകുമ്പോൾ ശ്രദ്ധിക്കണം, നല്ല പാമ്പുകളുണ്ട് ഇവിടെ. മാപ്പ് എടുത്ത് നോക്കിയാലോ, നമുക്ക് എവിടെ എത്തി നോക്കിയാലോ. കമ്പ എവിടെ നമ്മൾ അമേരിക്കൻ സീരീസ് എവിടെ വരെ എത്തിയെന്ന് അറിയണ്ട ഏകദേശം. അപ്പൊ നമ്മള് ഇന്നലെ യാത്ര തുടങ്ങിയത് ഏകദേശം ഇവിടെ നിന്നുണ്ട്. അത് എവിടെ നമ്മുടെ സ്ഥലം? ഇതാഹോ. ഈ വരുന്ന 90 ഉണ്ട്. ഈ 90 നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ഇന്നലെ 7.5 മണിക്കൂർ ഇങ്ങനെ യാത്ര ചെയ്ത് മൊണ്ടാനയുടെ ബില്ലിങ്സ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ ഇന്ന് രാത്രി എത്തി. നമ്മുടെ ക്ലേറ്റസ് ആയിട്ടാണ് കണ്ടത്. അങ്ങനെ നമ്മുടെ ബുൾഗാട്ടിയിൽ നമ്മൾ പതുക്കെ യെല്ലോ റിവർ, ഇങ്ങനെ യെല്ലോ റിവറൊക്കെ, യെല്ലോ സ്റ്റോൺ റിവറൊക്കെ ഒഴുകി വരുന്ന സൈഡ് കൂടെ. അപ്പൊ നമ്മൾ ഈ 90 കൂടെ പതുക്കെ എടുത്ത് 94 എത്തിക്കണ്ട. 94 മൈൽ സിറ്റി, നമ്മൾ നേരത്തെ കണ്ട സിറ്റിയുടെ പേരാണ് മൈൽ സിറ്റി. മൈൽ സിറ്റി നമുക്ക് 2 വഴിക്ക് നോർത്ത് ഡക്കോട്ടയ്ക്ക് നമ്മൾ പോണത്. നമുക്ക് 2 വഴിക്ക് പോവാം. അപ്പോൾ അതിൽ ഒരു വഴിയാണ് മുകളിൽ ബീച്ച് വഴിക്ക് കയറി പോവാം. അതേപോലെ ഒരു വഴി ബേക്കർ വഴിക്ക് വരാം, സ്ട്രെയിറ്റ് അടിക്കാം. അപ്പോൾ നമ്മൾ ബേക്കർ വഴിക്ക് വന്ന് ബൗമാനിലാണ് മുട്ടണത്. ഈ ഒരു മൂലയ്ക്കാണ് നമ്മൾ ബൗമാൻ എന്ന പട്ടണത്തിലേക്കാണ് നമ്മൾ ഇന്ന് രാത്രി ഹോൾട്ട് അടിക്കാനായിട്ട് നോക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൗത്ത് ഡക്കോട്ടയിലേക്ക് ആ റൂട്ട് വഴിക്ക് തന്നെ ഞങ്ങൾ ഇറങ്ങണ്ട. അപ്പോൾ നമ്മൾ റോഡ് ട്രിപ്പിൽ ഇങ്ങനെ ഒരു അടുത്ത സ്റ്റേറ്റിലേക്ക് കയറി. ശരിക്കും ഈ സ്റ്റേറ്റിൽ ഇവിടെയൊക്കെ ഈ ഫാർഗോ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ റൂട്ടിലേക്ക് നമ്മൾ എത്തുന്നില്ല. നമ്മൾ ഈ റൂട്ടിൽ ഇവിടെ പതുക്കെ അടിയിലേക്ക് ഇറങ്ങണം, സൗത്ത് ഡക്കോട്ടയിലേക്ക്. സൗത്ത് ഡക്കോട്ടയിൽ നമ്മളിവിടെ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്പെൻഡ് ചെയ്യും. അതുപോലെ വയോമിങ്ങിലെ ഗില്ലറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ നാളെ മറ്റന്നാളെ നമ്മൾ ക്രോസ് ചെയ്യും. അതുകൊണ്ട് തിരിച്ച് നമ്മൾ സൗത്ത് ഡക്കോട്ട കയറും. വീണ്ടും നമ്മൾ നുബ്രാസ്കയിലേക്ക് കയറും. നുബ്രാസ്ക വഴിക്ക് അയോവ കയറി, മിനിപ്പോളിസ് കയറി, വിസ്കോൺസിൻ വഴിക്ക് നമ്മൾ നേരെ ചിക്കാഗോയിലെത്തും. അതിനുള്ള പ്ലാൻ. നമുക്ക് സമയം ഉണ്ടെന്ന് വെച്ചാൽ ഈ റൂട്ട് ഇങ്ങനെ പോയിട്ടൊരു വരണം, അല്ലെങ്കിൽ നമ്മൾ വിൻ്ററിൽ നമ്മൾ പെടും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. എന്തായാലും നമുക്ക് ബോർഡർ ബേക്കറിൽ എത്തി നിൽക്കാട്ടാ. ബേക്കറിൽ നമ്മളിപ്പോൾ കപ്പിത്താൻ നിൽക്കണത്. നല്ല എന്താണേ വണ്ടി ഓടിച്ച് പ്രാന്ത് പോയിട്ടില്ല, കയ്യിൽ പോയിട്ടില്ല, കുറച്ച് ദിവസമൊക്കെ പോയിട്ടുണ്ട്. അതെ, എന്തായാലും നേരത്തെ ഒരു കട്ടൻ ചായ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സന്തോഷമായിരുന്നു. മരത്തിനെ ഇങ്ങനെ നോക്കി നിൽക്കാൻ തോന്നട്ടോ നമുക്ക്. അപ്പൊ നമ്മൾ ഈ അടിയോട് കൂടിയിട്ട്, അത് പറയാൻ മറന്നു, അപ്പൊ നമ്മൾ ഈ അടിയോട് കൂടിയിട്ട് അമേരിക്കയുടെ വേണ്ട ഈ ഒരു ഭാഗം മൊത്തം എടുത്ത് ഫിനിഷ് ചെയ്യും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് മിസോറി മാത്രം ഈ സൈഡിൽ നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇങ്ങോട്ട് കഴിഞ്ഞ അടിയുള്ളത്. ഇനി ഇങ്ങനെ കുഞ്ഞു അടികളാണ്. നമ്മളിപ്പോൾ ഇത്രയും വലിയ സ്ട്രക്ചറുള്ള യാത്ര കഴിഞ്ഞ് ഇനി കുഞ്ഞാന്ന് ഓരോ സ്റ്റേറ്റുകൾ നമുക്ക് അടിക്കാൻ പറ്റൂടാ. അപ്പോൾ എന്തായാലും നമ്മൾ ഏകദേശം ഒരു ഇത് കഴിഞ്ഞ് വരുമ്പോഴേക്കൊരു 17-18 എത്തും നമ്മുടെ കൗണ്ട്. പിന്നെ അവിടെ നിന്ന് അടിയാണ്. അടിച്ച് കയറി വാ. നമ്മൾ 2 മിനിറ്റ് സൂര്യൻ്റെ വർത്താനം പറഞ്ഞ പതുക്കെ ഒരു പെട്രോൾ സ്റ്റേഷനിലേക്ക് പോകണം. ഇവിടെ നമുക്ക് പെട്രോൾ അടിച്ചിട്ട് പോകാം. ഇനിയിപ്പോൾ നോർത്ത് ഡക്കോട്ടയിൽ ഈ മരത്തെ റൂട്ടാണെങ്കിൽ നമുക്ക് നോർത്ത് ഡക്കോട്ട കയറി കഴിഞ്ഞാൽ റിസ്ക് ആട്ടോ. പ്രത്യേകിച്ച് നമ്മളൊരു കൺട്രീസ് വരെയോടല്ല പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. പൈസക്ക് വ്യത്യാസം ഉണ്ടോ? നമ്മൾ ബോർഡറിലേക്കാണ് എത്തിയിരിക്കണം കേട്ടോ. ബോർഡ് കിട്ടിയിട്ടില്ല. നോർത്ത് ഡക്കോട്ട എൻട്രിങ് കിട്ടിയിട്ടില്ല. ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, വെൽക്കം ടു നോർത്ത് ഡക്കോട്ട എന്നിട്ടാ. നമ്മൾ കഴിഞ്ഞ അമേരിക്കൻ സീരീസില് കാലിഫോർണിയയിൽ ഇങ്ങനെ എണ്ണ ഊറ്റിക്കൊണ്ടിരിക്കുന്ന കേസ് പറഞ്ഞല്ലോ അമേരിക്ക. അതേപോലെ ഇവിടെ എണ്ണ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ആകെ ഒരെണ്ണം കാണാണല്ലോ. നേരെ പോകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടേക്ക് ഉണ്ട്, അവിടെ എണ്ണ ഭൂമിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കട്ടാ. അമേരിക്ക വെറുതെ ആണോ ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ എന്നൊക്കെ പറയണത്. ഇതുണ്ടാ ഓരോ സ്ഥലത്ത് ഇങ്ങനെ മൈൻഡ് ചെയ്ത് ഇങ്ങനെ എന്തൊക്കെ കൂട്ടിയിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ. ആരുമില്ലേ. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മറ്റേ ഒരു ലോറിയിലെ ആൾക്കാരുണ്ടാവും ചുറ്റുട്ടാ. ആരുമില്ല. അത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എണ്ണയാണ് എടുക്കണമെന്ന് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കുമോ? കുറച്ചൊക്കെ നമ്മൾ വിശ്വസിക്കണം കേട്ടോ. ഇതുണ്ടാ എണ്ണ ഊറ്റിക്കൊണ്ടിരിക്കട്ടാ അമേരിക്കട്ടാ. അപ്പോൾ നമ്മളിത് നോർത്ത് ഡക്കോട്ടയിലേക്ക് എൻട്രി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നോർത്ത് ഡക്കോട്ടനെ കാണാനില്ല. ഡോളർ ട്രീ ഉണ്ട്. നമ്മൾ പറഞ്ഞാൽ ഇവിടെ ബോർഡ് ഉണ്ടല്ലോടാ. നമ്മൾ ബൗമാൻ എന്ന് പറഞ്ഞിട്ടുള്ള നോർത്ത് ഡക്കോട്ടയിലത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യാൻ പോകണ്ട. മർമാത്ത് ബൗമാൻ. ബൗമാൻ 46 മൈൽ കേട്ടോ. ഇവിടെയൊക്കെ ട്രെയിനിന്റെ ബോഗികൾ നമ്മൾ കാണാട്ടാ. ഇതൊക്കെ റെയിൽവേ പാളാട്ടാ. അതൊക്കെ പറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ മാനെ കാണാൻ പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്ലോ ആക്കി കഴിഞ്ഞില്ലേ, നമ്മൾ മാന്റെ ക്രോസിങ് കാണാട്ടാ. ഇതേണ്ട മാൻ റോഡിലൊന്ന് അന്നടിക്കണ മോനെന്നുണ്ട് ചക്കാൻ. ഇതേണ്ട ആളുകളെക്കാളും കൂടുതൽ മൊണ്ടാനിലെ മാനുകളാന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വിശ്വസിച്ചാ? ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുമോ? വീടുകളിലൊക്കെ നോക്കിയാ നമ്മളെ നോക്കി നിൽക്കാട്ടാ. താങ്ക്സ് മുത്ത.
ലാസ്റ്റിലെ ബോർഡറിൽ കാണിച്ചില്ല, മൊണ്ടാനയുടെ ബോർഡറിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റി. ഒന്നങ്ങനെ നീങ്ങിയ വില കുറവാണ് കേട്ടോ. എന്തായാലും അവര് നാട്ടിൻപുറങ്ങളോടൊക്കെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാട്ടാ. വീക്കെൻഡ് ആഘോഷിക്കുക. നമുക്ക് പോവാം. വണ്ടി ഇടിച്ചിട്ടാണോ ഗോൾഡ് നമ്മളൊക്കെ നോക്കി വന്നോട്ടെ. മാനെ പറ്റി ഇപ്പൊ പറഞ്ഞോളാം മുത്തേ. കണ്ണിറക്കി ഇപ്പളെ കണ്ടോളൂ. കണ്ടാ കുറെ നല്ല ഭംഗിയുള്ള മാനല്ലേ. നമ്മൾ ആഫ്രിക്കയിൽ കാണാൻ പോലത്തെ മാനുണ്ടോ. അതെന്തൊരു ഇവിടുത്തെ സ്ഥലത്തിന്റെ ഇവിടെ നിർത്താൻ പോലെ ഒന്നുമില്ല. ഇവിടുത്തെ ഒരു സ്വീറ്റ് കാണുമ്പോൾ മുഖത്തേക്ക് നോക്കുമ്പോൾ ഒരു സ്വീറ്റ്നെസ് ഇട്ടാ. അടിപൊളി. ബൈ ബൈ. അപ്പൊ നമ്മളത് അങ്ങനെ പോകുമ്പോ ഓയിലുകൾ ഇങ്ങനെ സൈഡിൽ കൂടെ എടുത്തോണ്ടിരിക്കണല്ലോ, ഊറ്റി എടുത്തോണ്ടിരിക്കണം. ഇവിടെ എടുക്കുന്നുണ്ട്, റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോ അവിടെ എടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ മുട്ടക്കൊന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തിട്ടുള്ളത് ആർക്കെങ്കിലും മനസ്സിലാവും. പക്ഷെ ഇവര് മനസ്സിലാക്കി അത് കണ്ടുപിടിച്ചുട്ടാ. ഓയില് കാശ് ഡോളേഴ്സ് ഇട്ടാ വേൾഡ് മാർക്കറ്റില്, അമേരിക്കട്ടാ. പാറകളിലൊക്കെ ഒരു ഭംഗിട്ടാ അല്ലേ. ഓരോ ലെയർ വെച്ച് അടിച്ചിരിക്കട്ടാ പാറകളൊക്കെ. ഓരോ കളറുണ്ട്. ഇപ്പൊ ലൈറ്റ് അടിക്കുന്ന കാരണം ഗോൾഡിഷ് മാത്രമേ കാണുള്ളൂ. പക്ഷെ പാറകൾക്കൊക്കെ മൾട്ടിപ്പിൾ കളറിങ് ഉണ്ട് മൊത്തത്തിൽ നോക്കുമ്പോ ഷെയ്ഡിങ്ങിൽ വരുമ്പോഴേ. അങ്ങനെ നമ്മള് നോർത്ത് ഡക്കോട്ടയിലേക്ക് പതുക്കെ എൻട്രി ചെയ്യട്ടാ. അടിപൊളി. വെൽക്കം ടു നോർത്ത് ഡക്കോട്ട. ബി ലെജൻഡറി. ആലോചിക്കാൻ പറ്റുമോ? ട്രാവലിസ്റ്റ് എത്തിട്ടാ. അങ്ങനെ നമ്മള് നല്ലൊരു സൂര്യാസ്തമയത്തില് അമേരിക്കയിലെ അടുത്ത സ്റ്റേറ്റിലേക്ക് നമ്മള് എൻട്രി ചെയ്യാൻ കാല് കുത്താൻ പോട്ടാ. നോർത്ത് ഡക്കോട്ട. ഉമ്മി അങ്ങനെ നോർത്ത് ഡക്കോട്ടയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യട്ടാ. ഈ വൈകിട്ടായിരിക്കും നമ്മൾ എത്താ. വെൽക്കം ടു നോർത്ത് ഡക്കോട്ട. ഉണ്ടാനാ ബൈ ബൈ. പോകല്ലേ. സ്കൈന്റെ കളർ ചേഞ്ച് ചെയ്തോണ്ടാ. ഏറ്റവും കൂടുതൽ സൂര്യാന്തി തോട്ടങ്ങളുള്ള അമേരിക്കയിലെ നോർത്ത് ഡക്കോട്ടയിലേക്ക് നമ്മൾ എൻട്രി ചെയ്യട്ടാ. വാ, സ്കൈ ഒക്കെ നമുക്ക് വേണ്ടി ഇങ്ങനെ നോക്കി നിക്കട്ടാ. ഓക്കെ, ഇപ്പഴേക്ക് നമുക്ക് സ്കൈ ആലോചിച്ചിട്ട് നിങ്ങള് ചിന്തിക്കാൻ പറ്റും. നോർത്ത് ലൈറ്റ്സ് കാണാൻ പുറത്തെ ലൈറ്റിംഗ് അല്ലേ. ഈവനിങ്ങില് ലൈറ്റിംഗ് അടിപൊളിയാട്ടാ. നമ്മൾ പതുക്കെ നോർത്ത് ഡക്കോട്ടയിലേക്ക് എൻട്രി ചെയ്തു. പടക്ക് നമുക്ക് എവിടെയെങ്കിലും കൂടാണേ. എവിടെയെങ്കിലും ചേരാം. നമുക്ക് നമ്മുടെ വലിയ തണുപ്പില്ലാട്ടോ. നമ്മൾ വിചാരിച്ചു നോർത്ത് ഡക്കോട്ടയിൽ നല്ല തണുപ്പുണ്ടാവുന്നു. ചിലപ്പോ രാത്രി എന്താന്ന് അറിയില്ല. ഇവിടെ വെതർ മറ്റൊന്ന് മാറുന്നല്ലേ പറഞ്ഞത്. നല്ല കാലാവസ്ഥയാ. വലിയ തണുപ്പ് ഇപ്പൊ കാലില്ല. കുറച്ച് കഴിയുമ്പോ ഇങ്ങനെയാണ് നമുക്ക് നോക്കി കാണട്ടോ. ആകാശം ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുന്നു. വേറെ ഒന്നും ചെയ്യണ്ട, വെറുതെ നോക്കിയിരിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ തന്നെയാ, വേറെ ഒരു പണിയില്ലാണ്ട് നോക്കിയിരിക്കണം. വഴികൾ ഇങ്ങനെ പറന്ന് കിടക്കാട്ടാ. കിലോമീറ്റേഴ്സ് ഇങ്ങനെ വിജനതയിലൂടെയുള്ള യാത്രയാണ്. ആ നോർത്ത് ഡക്കോട്ടയുടെ ഒരു ബോർഡ് കണ്ടപ്പോൾ ഒരു സമാധാനം കിട്ടിയടാ. ഒരു മനുഷ്യ കുഞ്ഞില്ലാത്ത വഴിയല്ലേ. ആളില്ലടാ, നിന്നലക്കണം. ട്രെയിനിൽ പെട്ടെന്നൊരു മരങ്ങളുടെ ഉള്ളിൽ കയറി പോണ പോലെ അല്ലേ. എല്ലാത്തിനും വിജനത ഉണ്ട്. തമിഴ്നാട് മൂടുണ്ടല്ലേ. സേലത്തേക്കൂടേക്ക് ഈ വീടൊക്കെ നോക്കിയ മിനിമം 100 കൊല്ലട്ടാ. അല്ല, ഒരു പ്രേതഗ്രാമം പോലത്തെ ഒരു മൂട് മനുഷ്യരെ കാണണ്ടേ. എന്തായിരിക്കും പ്രേത വീണ്ടും പിടിക്കണ്ട ഒരാളിരിക്കണ്ട. നമ്മളെ പ്രേതത്തിനെ കളിയാക്കി വരും. അവസാനം പുലി ഇറങ്ങോ. അങ്ങനത്തെ ഒരു ഫീൽ ചെറുതായിട്ട്. പ്രേതത്തിന്റെ മെയിൻ വീക്കെൻഡാ. ഹലോവിൻ വീക്കെൻഡിൽ നമ്മൾ ഷൂട്ട് ചെയ്യണടാ. നൈസ് ഗ്രാമങ്ങള് കാണാനും വേണൊരു ഭാഗ്യം. നമ്മളടുത്ത ഗ്രാമങ്ങളാ. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു. നമ്മളടുത്ത ഗ്രാമത്തിലേക്ക് പോകാൻ പോവാ. ലിറ്റിൽ മിസോറി. സീനിക് റിവർ. എവിടെ ഫ്രെയിം വെച്ചാലും ഒരു ഭംഗിയില്ലേ. സംഭവം വിജനതയാണ്, ഒരു ഡ്രൈനെസ് ആണ്. പക്ഷെ
എവിടെ ഫ്രെയിം വെച്ചാലേ ഇതേ ബഹുമാനം 27 മൈലിടാ. എപ്പോഴത്തേക്ക് ഫ്രെയിം വെച്ചാൽ ഒരു വേറെ ലുക്ക്, വേറൊരു ഭംഗി വരുന്നുണ്ട് ഫ്രെയിമിലേക്ക്. എങ്ങനെയാണെന്ന് അറിയില്ലടാ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ. നമ്മുടെ പെട്രോൾ എൻഡിലേക്ക് നിൽക്കണല്ലേ. പെട്രോള് ഇനി ഉണ്ടോ, ഇനി ഒരു 30-40 കിലോമീറ്റർ കൂടെ നമുക്ക് ഓടിയാലേ ഇരിക്കുന്നു. ഇവിടെ വേറെ ഒരു രക്ഷയില്ലടാ, വേറെ ഒരു ഓപ്ഷനില്ല നമുക്ക്. കപ്പിത്താനെ ശരിക്കും പാൻ അമേരിക്ക അടിക്കുമ്പോ ഒരു 50 ലിറ്ററിന്റെ വേറെ ടാങ്ക് സെറ്റ് ചെയ്യണ അല്ലെങ്കിൽ ബോധം പോവും. നമ്മളൊരു 3 ടൗൺ കഴിഞ്ഞിട്ടും ഒരൊറ്റ ഗ്യാസ് സ്റ്റേഷൻ പമ്പ്. ഇവരൊക്കെ ഇങ്ങനെ വണ്ടിയിൽ പെട്രോൾ അടിക്കണാവോലെ. ട്രെയിനിന്റെ ബോഗിയൊക്കെ കിടക്കണം അവിടെ. വേണ്ട ട്രെയിനിന്റെ ബോഗി. പണ്ട് കാലത്ത് മൈനിങ്ങളൊക്കെ വന്ന ട്രെയിനിന്റെ ബോഗിയാണ് പോകുന്നുണ്ട് മക്കളെ. ചരിത്രം ഉറങ്ങണ്ട എവിടെയോ. ചരിത്രത്തിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. കുറെ പേര് നിധികളും സ്വർണവും വെള്ളിയും എല്ലാം തപ്പി വന്ന ഓരോ വഴികളായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. ഈ വഴിക്കൊക്കെ ഒരുപാട് പേര് നിധികൾ തേടി പോയിട്ടെന്ന് പറഞ്ഞു കേട്ടുട്ടാ. നല്ല കാറ്റുള്ള ഏരിയ തോന്നുന്നുണ്ടാ. ഇവിടെ എണ്ണയും കുഴിക്കുന്നുണ്ട്. നേരെ നോക്കുമ്പോ ഫുള്ള് കാറ്റടിയാൻ തുടങ്ങണടാ. സൂര്യയുടെ അങ്ങനെ പതുക്കെ പതുക്കെ പോകണം നമ്മൾ ഇന്നിട്ടാ. നമുക്കിനി 20-25 മൈൽ കൂടി യാത്രയുണ്ട്. അവരുടെ പൊക്കത്തില് ഓയിലാണ്ടൊരു ഗെയിമില്ലട്ടോ. പൊക്ക ഓയിലാണ്. ഞങ്ങൾ ആദ്യം ഒരു ലൈറ്റ് കണ്ടപ്പോഴേ നല്ല പ്രകാശമുണ്ട്. ഇതെന്ത് ഇങ്ങനെ ലൈറ്റ് കത്തണമെന്ന് വിചാരിച്ചു. പക്ഷെ ആ ലൈറ്റ് കത്തണത് ട്രെയിനാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ട്രെയിൻ കൽക്കരിയും ഗോൾഡൊക്കെ കൊണ്ട് വരവാട്ടാ. വേണ്ട പതുക്കെ വരണവൻ അല്ലേ. ആ ഓയിലുണ്ടാവട്ടാ. നല്ല ബെല്ലൊക്കെ ഇട്ടിച്ച് സെറ്റപ്പായിട്ട് വരണം. സൈഡിൽ കൂടെ നല്ല വണ്ടിട്ടാ. എത്ര ഇഞ്ചിനാന്ന് നോക്കി. 2 ഇഞ്ചിന് അതും കണ്ടു. ബഹുമാൻ സിറ്റിയിലേക്ക് നമ്മളിപ്പോ എൻ്റർ ചെയ്തോണ്ടിരിക്കട്ടോ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് താമസിക്കാൻ, എവിടെ നിന്ന് രാത്രി കിടന്ന് ഉറങ്ങാന്ന് മാത്രമേ ഇപ്പൊ ടെൻഷനുള്ളൂ. ഒന്നല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ കിടന്ന് ഉറങ്ങും, അല്ലെങ്കിൽ നമ്മള് വണ്ടി എടുത്ത് ഇവിടുന്ന് വിടും. എന്നിട്ടാ നോക്കാം. സേഫ്റ്റി ഫസ്റ്റ് നോക്കാം. ലൈറ്റും വെളിച്ചും കാണുമ്പോൾ ഒരു സന്തോഷം അല്ലേ ശരിക്കും പറഞ്ഞാ. ഇങ്ങനെ ഒരു സിറ്റി കാണാൻ വേണ്ടി എത്ര നേരം. അമേരിക്ക ഫ്ലാഗ് ഒക്കെ എത്തുന്നുണ്ട്. അപ്പൊ ഓക്കെ, അത്യാവശ്യം ബുദ്ധിമുട്ടുള്ള ടൗൺ ആയിരിക്കും മിക്കതും. ബഹുമാൻ പെട്രോൾ അടിച്ച് കയറ്റടാ ആദ്യം. അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോ ബഹുമാൻ വെയിങ് സ്റ്റേഷൻസ്. അമേരിക്കൻ ഫ്ലാഗ് കറങ്ങണ കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷം. ആളെനൊക്കെ ഉണ്ടാവും വെച്ചിട്ടേ. 3.19 കുഴപ്പമില്ല. 10 രൂപ കൂടുതൽ വന്നാലും കയറ്റിക്കും. ഇവിടെയും ഒരു ട്രാവൽ സെന്റർ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ആകെ ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ തോന്നുന്നു. നമുക്ക് കപ്പിത്താനെ അപ്പൊ അതൊക്കെ എണ്ണ ഇടയ്ക്ക് ആദ്യം. ബാക്കിയൊക്കെ നമുക്ക് വരണടുത്ത് വെച്ച് കാണാം. എണ്ണയില്ലാണ്ട് ഒരു സംഭവം ചെയ്യില്ല. പേടിച്ചിട്ടിരിക്കണം നിങ്ങൾ. 87 അടിക്കാം. ഓക്കെ, ഇന്നലത്തെ പോലെ നമുക്ക് സെയിം പണി. പിന്നെ അകത്ത് പോയി ചോദിച്ചിട്ട് വരാം. എന്താണോ കാർഡ് അക്സെപ്റ്റ് ചെയ്യണില്ല അവര്. നമ്മുടെ ചേസിലാണ് നമ്മുടെ അക്കൗണ്ട് ഇടാ. അമേരിക്കൻ ഫ്ലാഗ് അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. ഒരു വിസിറ്റർ ഇൻഫോർമേഷൻ. ഈ ഒരു ഏരിയയിലുള്ള എല്ലാ ഇൻഫോർമേഷനും നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. മാപ്പ് എടുക്കാം, എന്ത് വേണം ചെയ്യാട്ടാ. 24/7. അതെ, നല്ല തണുപ്പുണ്ട്. ഇവിടുത്തെ ഒരു കൺട്രി പബ്ബ് പോലത്തെ സ്ഥലമാണ്. ഇവിടെ ഫുഡ് പരിപാടികൾ ഇതുണ്ടോ. നമ്മൾ വരുമ്പോൾ കണ്ട മലയൊക്കെ ചെറിയ ആർട്ട് കൊടുത്തിട്ടുണ്ട്. റെസ്റ്റോറൻ്റ് ആണെന്നുള്ളത്. ഇതുപോലത്തെ ഒരു കൺട്രി സൈഡ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റൂട്ടാ. ഇന്നലെ ഒരു മൊണ്ടാനായിരുന്നല്ലോ ഇവിടുത്തെ. ഫുള്ള് നോർത്ത് ഡക്കോട്ടയുടെ പരസ്യമായിട്ടാ. ഹണ്ടിങ് ലാൻഡായിരുന്നു. ഇവിടെ ഒക്കെ ഹണ്ടേഴ്സിന് പറ്റിയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടുതലും വിൽക്കണമെന്ന് തോന്നുന്നല്ലേ. ഫുള്ള് ഇത് സ്റ്റഫ് ചെയ്ത് വെച്ചിരിക്കണമല്ലോ. നോക്കിയാ ഏതാ കോഴി കഴുകനൊക്കെ ഇടുന്നുണ്ട്. ഫൈറ്റിംഗ് ടർക്കി $700 അതിന്. അത് വിൽക്കാൻ വെച്ചിരിക്കണതാ. റിയൽ സ്റ്റഫ് $700. പൈസക്ക് വിൽക്കാൻ വെച്ചിരിക്കണല്ലേ. അതല്ല ഡിയറിന് നമുക്ക് $700 മേടിക്കാം. വേണ്ട വമ്പൻ ഡിയർ ഉണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് കാണാം. ഡിയറിനെ വാങ്ങാം. ആഫ്രിക്കയിൽ നമ്മൾ വെടി വെച്ചാൽ എടുത്തു കൊണ്ടുപോകാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഡിയറിൻ്റെ തലയടക്കം നമുക്ക് സ്റ്റഫ് ചെയ്തിട്ട് വീട്ടിലോട്ട് നോക്കിയാട്ടോ. $700 സർട്ടിഫിക്കറ്റ് കിട്ടണോ 1 കിലോ. ഭയങ്കര സൈസാ. ഇവിടെ വിന്റർ സ്റ്റോം വാണിംഗ് ഉണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ ഈ ടൗണിൽ നിന്നാൽ ഇവിടെ നിൽക്കാം. ഇനിയിപ്പോ നമ്മൾ ഈ നേരത്തെ വേറെ സ്ഥലത്തേക്ക് പോകാൻ നോക്കണ്ട. ഓൾറെഡി ഇത്രയും ലേറ്റ് ആയില്ലേ. ഇവിടെ വണ്ടി ഒതുക്കി കിടന്നാലാ. പക്ഷെ അതെ നമുക്ക് ചെറിയൊരു മോട്ടൽ നോക്കണം. അവിടെ നിന്ന് ലൈറ്റ് കാണാണ്ടല്ലോ. 4U
ചോദിച്ചോക്കണം. ഭയങ്കര റേറ്റ് ആയിരിക്കുന്നേ. ഇവിടെ അടുത്തൊന്നും വേറെ ഇല്ലല്ലോ. വേറെ അടുത്ത് ഒരു സ്ഥലത്ത് ഇവിടുന്ന് 1 മണിക്കൂർ പോയാലും ഇനി ഒരു നല്ല മോട്ടൽ കിട്ടുള്ളൂ. അതല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നമുക്കൊന്നും ചെയ്യാം. നമുക്ക് അവിടെ നിന്ന് ചോദിച്ചേക്കാലോ. നമ്മള് നേരത്തെ കണ്ട പോലെ ഫുൾ കുത്തരകളാണ് അവിടെ. കുത്തരയില്ലാണ്ട് നോർത്ത് ഡക്കോട്ട ഇല്ലാന്ന് കൊണ്ടിട്ട് കണ്ടിട്ട് സമാനമായിട്ട് എടുക്കാൻ പറ്റിയ മതിയായിരുന്നു അല്ലേ? അല്ലെ നമ്മൾ കൊണ്ടിട്ട് വേഗം എടുക്കാം. വേറെ ടെൻഷനൊന്നുമില്ല. പക്ഷെ ഇവിടെ വിന്റർ സ്റ്റോമും സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പണി കിട്ടും. കുഴപ്പമില്ല. തണുപ്പടിച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോ എന്തായാലും നോക്കിയോ എത്ര റേറ്റ് നോക്കാം അല്ലേ? അവിടെ ഒന്ന് പോയി നോക്കാം. വേറെ ഒന്നും ഇല്ല, വേറെ ഒരു സാധനം ഇല്ല ഇവിടെ. വേറെ പ്രത്യേകിച്ചൊന്നും ഇവിടെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ ടൗൺ ഏരിയകളൊന്നും ഇല്ല. ഫോർ യു തന്നെയാണ് നമുക്ക് പറ്റിയത് കേട്ടോ. വേറെ ഒരു മോട്ടർ ഇവിടെ തപ്പിട്ട് കാണാനില്ല. എന്തായാലും ഇവിടെ നമുക്ക് നോക്കി നോക്കാം. ബഡ്ജറ്റ് കോസ്റ്റ് 50 രൂപ ചെയ്തിട്ടാ. റൂംസ് സ്റ്റാർട്ട് 50. ഡോഡ്ജിന്റെ വണ്ടി GMC പഴയ വണ്ടി വരണ ആലോചിക്കാൻ പറ്റും. Travelista. Yeah. So, welcome to North Dakota. Yeah. What's your name? Mary. Mary is very beautiful. Hey. Thank you. Good smile, you have. Oh, thank you. Your house also this one, right? I live in my motel, yes. Okay. We are very happy to give us one room. Oh, awesome. For the $50. Well, enjoy the North Dakota. Thank you. ഇത് പുള്ളിക്കാരത്തി ഉണ്ടാക്കി ലേസർ കട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണെന്ന് പറഞ്ഞിട്ട് മാന്റെ പ്രതിമ. ഇതൊരു സെല്ലിയല്ലേ ഇവിടെ? ഇതുണ്ട ഈ കാണുന്ന മാന്റെ കൊമ്പൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഈ കഴുകനൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളതാ. $80, right? ഭയങ്കര അടിപൊളി സാധനമല്ല. കളിക്കിട്ട് $80 വെറുത്തായിരിക്കട്ടെ വേണമെങ്കിൽ അല്ലെ? അമേരിക്കയില് ഇതിനും ആ റേഞ്ച് തന്നെയാണോ? കേട്ടോ $80 കളിക്കിട്ടുണ്ടെന്നിട്ടായിരുന്നു. വെബ്സൈറ്റ് ഉണ്ടോ? വാട്ട് ഈസ് യുവർ വെബ്സൈറ്റ്? നിങ്ങൾക്കിത് ബാഡ്ലാൻഡ്സ് ലേസർ സ്റ്റുഡിയോയിൽ വിളിച്ച് അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്യട്ടോ. നമുക്കൊരു ഫ്രീ പ്രൊമോഷൻ ആയാലും കുഴപ്പമില്ല. ഇതുണ്ടോ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ ഈ സാധനം മേടിക്കട്ടോ. ഭയങ്കര ചീപ്പായിട്ടാ കണ്ടിട്ട് അല്ലേ? നല്ല ക്വാളിറ്റി ഉണ്ട്. ദാറ്റ്സ് നൈസ്. അങ്ങനെ നമ്മള് 16 നമ്പർ ഒരു ചെറിയ മുറി എടുത്തുട്ടോ. നമുക്ക് $50 കിട്ടി. കുഴപ്പമില്ല. കുളിക്കാൻ കൊടുക്കണ ഹൗസിൽ 15 രൂപ അല്ലേ? അത്യാവശ്യം $50 ലാഭമാട്ടോ എന്തൊരു കാര്യം അല്ലേ? എന്ന് പറഞ്ഞ് സമാധാനിക്കാം. 16 നമ്പർ നോക്കിയാലോ റൂം തുറന്ന് 16 കണ്ടിട്ട് ഒരു ജാമ്പവാനും മിണ്ടർവാമാണി. നാളെ നമുക്കൊന്നും ഇവിടെ നിൽക്കേണ്ട പണി കിട്ടൂ. തുറക്കാൻ പറ്റണില്ലേ? നോക്കിയേ. റിച്ചാണോടാ $50 അല്ലേ? ഒരു ബെഡുള്ളൂ മാത്രല്ലേ? അത് ആരാ വലിക്കാന്ന് എനിക്കറിയാം. എനിക്ക് ആരാ വലിക്കുന്ന അറിയാം, നന്നായിട്ട് അറിയാം. ബാത്റൂമിന് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് പതുക്കെ സാധനം കയറ്റാം അല്ലേ? അതെ അടിപൊളി. നമ്മുടെ പഴയ ഫോണൊക്കെ ഉണ്ട്. ട്രെയിന് അല്ല ആന്റിക് ലൈൻ ലൈറ്റ് ഒക്കെ വെച്ചിട്ടുണ്ടാവില്ലേ? നമുക്ക് എന്തായാലും ഫ്രഷ് ആവാം അല്ലേ? ഭയങ്കര ഡ്രൈ ലാൻഡ് ആയാലും ബോഡിയൊക്കെ ഇങ്ങനെ അല്ലേ? ഫുഡ് ഉണ്ട്. നമ്മുടെ സെക്കൻഡ് ബോൾ കാട്ടി സാധനം സെറ്റ് ചെയ്യുന്നുണ്ടാ. നല്ല ചോറും ബീഫും. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിൽ ഒന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്ന തുല്യമായ വണ്ടർ യാത്രയില് നമ്മള് കുസ്കോയിൽ തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ് കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ചു എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിന്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.